परमेश्वर को मैं धन्यवाद करना चाहता हूँ। അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി ദൈവനാമത്തിന് മഹത്വം കൊടുക്കുന്നു. मैं तमाम लोगों को यीशु मसीह के पवित्र नाम में स्वागत करता हूँ। കടന്നു വന്ന എല്ലാവരെയും യേശുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. बहुत जल्दी अरेंज किया एक प्रार्थना सभा है। ഇത് എത്രയും വേഗത്തിൽ അറേഞ്ച് ചെയ്യപ്പെട്ട ഒരു പ്രാർത്ഥനാ മീറ്റിംഗ് ആണ്. मैं जल्दी परमेश्वर के दास को आगे बुलाना चाहता ഞാൻ ഏറ്റവും വേഗത്തിൽ ദേവദാസിനെ മുമ്പിലേക്ക് വിളിക്കാൻ हूँ। समय ആഗ്രഹിക്കുന്നു. नष्ट करना नहीं है। ഞാൻ സമയം നഷ്ടമാക്കാൻ ആഗ്രഹിക്കുന്നില്ല. हालेलुया। परमेश्वर के दास ഷാജി മാത്യു പാസ്റ്റർ के लिए मैं प्रभु को धन्यवाद देना चाहता हूँ। ദേവദാസൻ പാസ്റ്റർ ഷാജി മാത്യുവിന് വേണ്ടി ദൈവത്തിനെ സ്തുതിക്കുന്നു. बहुत आशीषित मिशनरी अनुभव परमेश्वर का दास के पास है। വളരെ അനുഗ്രഹിക്കപ്പെട്ട മിഷണറി അനുഭവങ്ങൾ ദേവദാസനുണ്ട്. गुजरात जाके आया अभी। ഗുജറാത്തിൽ പോയിട്ട് വന്നു. गुजरात में जाके उन्होंने काफी साल पहले एक वाटर टैंक का नीचे चुप के बैठा था, उस जगह देखे आए बोला। അനേക വർഷങ്ങൾ മുമ്പ് ഒരു വാട്ടർ ടാങ്കിന്റെ ഉള്ളിൽ ഒളിച്ചിരുന്ന ഒരു സ്ഥലമുണ്ടായിരുന്നു. ആ സ്ഥലമൊക്കെ പോയി കണ്ടിട്ട് വന്നു. वाटर टैंक के नीचे जाके चुप के बैठा। ചില സാഹചര്യങ്ങളിൽ ആ വാട്ടർ ടാങ്കിന്റെ ഉള്ളിൽ പോയി ഒളിച്ചിരുന്നിട്ടുണ്ട്. 7 days he was hiding there. 7 ദിവസം അവിടെ ഒളിഞ്ഞിരുന്നിട്ടുണ്ട്. एक मिलिट्री कैंप में। ഒരു മിലിറ്ററി ക്യാമ്പ്. आज उस जगह पिछले हफ्ते उस जगह जाके देखे आया। കഴിഞ്ഞ ദിവസം ആ സ്ഥലങ്ങളൊക്കെ പോയി കണ്ടിട്ട് വന്നു. बहुत अनुभव में परमेश्वर का दास। ഒരുപാട് അനുഭവങ്ങളുണ്ട്. उसको अनुभव बोलने के लिए बताएगा तो 4-5 घंटा लगेगा उसके लिए। അനുഭവങ്ങൾ പറയാൻ തുടങ്ങുവാണെങ്കിൽ 4-5 മണിക്കൂർ കടന്നു अभी പോകും. मुझे जानता नहीं है परमेश्वर का दास को कैसे परमेश्वर का आत्मा अगुवाई देगा। പരിശുദ്ധാത്മാവ് എങ്ങനെയാ നിയന്ത്രിക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. प्रभु का दास के लिए आगे का समय पूरा मैं देना चाहता हूँ। അങ്ങോട്ടുള്ള സമയങ്ങൾ മുഴുവൻ ദേവദാസന് तालियां बजाकर परमेश्वर का दास को स्वागत कर दीजिए। കരങ്ങളെ കൊട്ടി നമുക്ക് Pastor Shaji Matthew Idaman, we are so happy that you are here and it is a great blessing. Hallelujah. Thank you pastor for accepting our invitation. Hallelujah. मैं एक बात बोलने के लिए भूल गया। 600 सॉन्ग से अधिक पास्टर ने लिखा है, 600 गाना से अधिक लिखा है, उनमें से काफी गाना हिंदी में भी है। सही है ना पास्टर जी? अभी हिंदी गाएगा, मलयालम गाएगा, आपके ऊपर है। He is a good singer. Hallelujah. ഹല്ലേലൂയ. നിങ്ങളോടൊരുമിച്ച് ആയിരിക്കുന്നതിൽ ഞാൻ വളരെ സന്തോഷിക്കുകയാണ്. साथ में ऐसे खड़ा होने के लिए प्रभु ने मौका दिया, इसके लिए मैं बहुत खुश हूँ। എനിക്ക് എത്രയും പ്രിയനായ കർത്താവിൻ്റെ ദാസനോടും തൻ്റെ പ്രിയപ്പെട്ടവളോടും വിശേഷാൽ മക്കളുമാരോടും ഇവിടെയുള്ള അനുഗ്രഹിക്കപ്പെട്ട സഭയോടും എന്നോടൊരുമിച്ച് കടന്നു വന്ന വാത്സല്യ സിസ്റ്റേഴ്സ് അവരെല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. मैं इस कलीसिया में आने के लिए प्रभु ने मदद किया। कलीसिया के लिए मैं बहुत प्यार करने वाला परमेश्वर का दास और उनका परिवार और सभी परमेश्वर के बच्चों और मेरे साथ में आए बहनों, उन सब के लिए मैं प्रभु को धन्यवाद देना चाहता हूँ। ഒരു ശിശു ജനിക്കുമ്പം ആ വീട്ടിൽ ആരും അങ്ങനെ കരയത്തില്ല, അവരെല്ലാവർക്കും സന്തോഷമായിരിക്കും. ജനിക്കുന്നതിന് മുമ്പ് ഒരു കരഞ്ഞുകൊണ്ടിരിക്കും, ജനിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ചിരിച്ചുകൊണ്ടിരിക്കും. एक बच्चा का जन्म जब होते घर में कोई रोता नहीं है, सब लोग आनंदित रहेगा। शायद बच्चा का जन्म का कुछ समय पहले लोग बहुत टेंशन में रहेगा, लेकिन बच्चा का जन्म के बाद में बहुत आनंद बनाते हैं। प्रेज़ लॉर्ड. पैदा होने के पहले रोते रहेगा, पैदा होने के बाद हंसते रहेगा. ഹല്ലേലൂയ. ജനിക്കുന്നതിന് മുമ്പ് കരഞ്ഞുകൊണ്ടിരിക്കും, ജനിച്ച ശേഷം ചിരിച്ചുകൊണ്ടിരിക്കും. ദൈവം നമ്മുടെ ഉള്ളിൽ വൻ കാര്യങ്ങൾ ചെയ്തെങ്കിൽ നമുക്കിന്ന് സ്തുതിച്ചുകൊണ്ടിരിക്കാൻ നല്ല സമയം. अगर परमेश्वर ने अपने जीवन में बड़े कामों किया तो हमें स्तुति करते रहना है। आमीन. ഞാൻ പാട്ട് പാടാം. मैं गाना जरूर गाने वाला है। ആക്ച്വലി ഞാൻ ഈ ബോംബെ വഴി ഫ്ലൈറ്റിൽ 1 മണിക്കൂറിൻ്റെ ലേവറിന് മാത്രം വേണ്ടിയുള്ള സമയത്തിനുള്ള പ്ലാനിങ്ങില്ല ഞാൻ പോകാനിരുന്നത്. मैंने एक्चुअली मुंबई में 1 घंटा का लेओवर फ्लाइट बुक किया था, वैसे मुंबई होके जाने का प्लानिंग था मेरा. 2 ആഴ്ചയ്ക്ക് മുമ്പ് ഞാൻ ദുബൈയിലായിരുന്നു. അവിടെ ഒരു ചർച്ചിൽ ഒരു 10 days മീറ്റിങ്ങിന് പോയിട്ട് നാട്ടിൽ ഒരു ദിവസം റെസ്റ്റ് ചെയ്തിട്ട് അഹമ്മദാബാദി കൺവെൻഷന് 3 days പോകുമായിരുന്നു. जैसे मैं कुछ दिन पहले 2 हफ्ते पहले दुबई में था, उधर 10 दिन का कन्वेंशन था. उसके बाद में मैं 1 दिन गांव में केरला में रुका, उसके बाद में अहमदाबाद में कन्वेंशन था, इसलिए शीकर से अहमदाबाद गया. അഹമ്മദാബാദിലെ കൺവെൻഷൻ കഴിഞ്ഞിട്ട് 15-ാം തീയതി ഇവിടെ നാട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള ടിക്കറ്റാണ് ഓൾറെഡി നേരത്തെ ചെയ്തിരുന്നത്. अहमदाबाद में कन्वेंशन होने के बाद में 15 तारीख को वापस गांव लौट जाने का प्लानिंग था. പക്ഷെ ഞാൻ അഹമ്മദാബാദിൽ വന്ന വിവരം എൻ്റെ ആദ്യത്തെ മിഷൻ ഫീൽഡിൽ, ആദ്യത്തെ എന്ന് പറയാൻ പറ്റത്തില്ല, നോർത്ത് ഇന്ത്യയിൽ ഞാൻ മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു. 37 വർഷത്തിന് മുമ്പ് ഞാൻ മലാഡ് സഭയുടെ പാസ്റ്ററായിട്ടിരുന്നിട്ടുണ്ട്. जैसे क्या ना, मैं
पहले वाला बोल नहीं सकते, लेकिन मेरा सेवकाई का शुरुआत का कुछ समय में 37 साल पहले मैं मुंबई में मलाड में एक कलीसिया का पास्टर था, उस जगह में से कोई। ആമേൻ. 37 വർഷത്തിന് ശേഷമാണ് ബോംബെയിൽ വീണ്ടും ദൈവത്തിൻ്റെ വചനമായി നിൽപ്പാൻ കർത്താവിനെ 37 ईयर के बाद में अभी वापस मुंबई में परमेश्वर का वचन लेके खड़ा होने के लिए प्रभु ने मदद किया। അപ്പോൾ ഞാൻ അഹമ്മദാബാദിൽ വന്നപ്പോൾ നളിയ, മാണ്ഡവി, ബുച്ചി സ്ഥലങ്ങളിലൊക്കെ കർത്താവിന് വേണ്ടി അധ്വാനിച്ച ആ നാളുകളിൽ ദൈവം എനിക്ക് തന്ന ആത്മാക്കൾ അവരാ വിവരം അറിഞ്ഞെന്നെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, ഞങ്ങളെ കാണാതെ നീ പോകരുതെന്ന് പറഞ്ഞ് ഭയങ്കര നിലവിളിയായി. हालेलुया। जैसे मैं गुजरात पहुंचा, मैंने पहले सबका किया नलिया, मांडवी, भुज वैसे एरिया से जो पहले का मेरे विश्वासी हो मुझे फ़ोन करके बोला आप अपना घर में जरूर आना है, इसे मत जाओ बोल के रोना शुरू किया। അങ്ങനെ ഞാനും എൻ്റെ ഒരു പ്രിയപ്പെട്ടവനോട് ചേർന്ന് ഞങ്ങൾ ടാക്സി വിളിച്ച് 400 കിലോമീറ്റർ സഞ്ചരിച്ച് ഞങ്ങൾ അവിടെ എത്തി. അവർ 100 കിലോമീറ്റർ 56 കിലോമീറ്റർ ദൂരെ നിന്ന് അവിടെ കാണാനായിട്ട് വന്നു. जैसे 400 किलोमीटर एक टैक्सी पकड़ के मेरे मित्र उस जगह में पहुंचे, वो लोग भी 50-60 किलोमीटर सवार करके जहाँ मैं पहुंचा उधर आ गया। 34 വർഷത്തിന് ശേഷമാണ് എൻ്റെ കുഞ്ഞാടുകളെ ഞാൻ വീണ്ടും കണ്ടത്. 34 साल के बाद में मेरा जो छोटा मेमने को वापस मिला उधर। എല്ലാവരും കെട്ടിപ്പിടിച്ച് കരച്ചിലായി. सब लोग आलिंगन करके रोना शुरू किया। ഞാൻ അവിടെ ആ കാലങ്ങളിൽ വർക്ക് ചെയ്ത ഒത്തിരി അനുഭവങ്ങളുണ്ട്. ഇപ്പോൾ മനോഹരമായ ഒരു ആലയം അവിടെ ഉണ്ട്. ആലയത്തിൽ കയറിയപ്പോഴേ ഞാൻ ആ തറയിൽ കമന്ന് വീണ് വാവിട്ട് കരയാൻ തുടങ്ങി. जैसे मैंने उधर पहुंचा, उधर बहुत खूबसूरत एक भवन है अभी, और उस भवन में उस आलय में मैं जैसे ही अंदर आया मैं नीचे गिर के रोना शुरू किया। അവിടുത്തെ കർത്തദാസൻ എന്നെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു, പാസ്റ്റർ ജി, നീ അന്ന് വിതച്ച് കഷ്ടപ്പെട്ടതെല്ലാം ഇന്ന് ഞങ്ങൾ കൊയ്യുകയാണ്. परमेश्वर का उधर का परमेश्वर का दास मुझसे ऐसे कहा, उस दिनों में पास्टर जी आपने बहुत रो के संकट उठा के जो बोया बीजों का फसल हम इस दिनों में उठा रहे हो। आमीन। വചനം പറയുന്നു, കണ്ണുനീരോട് വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. वचन कहते आंसू बहा के बोने वाला हाल जय जयकार का साथ में काटेगा। 38 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇവിടുന്ന് ഗുജറാത്തിലേക്ക് പോകുമ്പോൾ 38 साल पहले मैं जब इधर से गुजरात गया था, അന്ന് എന്നെ അവിടെ സ്വീകരിപ്പാൻ ആരുമില്ലായിരുന്നു. उधर मुझे स्वीकार करने के लिए कोई नहीं था उधर। അഹമ്മദാബാദ് ഗ്രീൻ സിറ്റിയുടെ കൺവെൻഷൻ പ്രസംഗിക്കാൻ ഞാൻ ചെല്ലുമ്പോൾ എന്നെ എയർപോർട്ടിൽ വന്ന് സ്വീകരിക്കാൻ വന്നത് കമ്മീഷണറായിരുന്നു. हालेलुया। अहमदाबाद ग्रीन सिटी कलीसिया का जो कन्वेंशन के लिए प्रचार करने के लिए मैंने गया, उस समय उधर का कमिश्नर मुझे हालेलुया बुलाने के लिए एयरपोर्ट आया। വണ്ടിയിലിരിക്കുമ്പോൾ എന്നോട് ജെയിംസ് ചാൻ പറഞ്ഞു, പാസ്റ്റർജി നിനക്ക് ടിക്കറ്റ് എടുത്ത് അയച്ചത് പ്രധാനമന്ത്രി, അത് മോദിജിയുടെ മുൻ ചീഫ് സെക്രട്ടറിയാണ് നിനക്ക് ടിക്കറ്റ് എടുത്ത് അയച്ചത്. हालेलुया। जैसे मैं गाड़ी में बैठा था तभी जेम्स ब्रदर ने कहा, पास्टर जी आपके लिए जो टिकट खरीदा प्रधानमंत्री मोदी जी का सेक्रेटरी चीफ सेक्रेटरी ने टिकट खरीदा है। അപ്പം ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, പണ്ട് ഈ തോള് മുഴുവൻ ദശലക്ഷക്കണക്കിന് ട്രാക്റ്റുകൾ ചുമ്മി തഴമ്പ് വീണ ആ ഷാജിയെ സ്വീകരിപ്പാൻ അന്ന് അവിടെ ആരും ഉണ്ടായിരുന്നില്ല. मैंने ऐसे सोचा, काफी साल पहले बहुत ट्रैक्ट इस कंधों में उठाकर जैसे तकलीफ सहन लिया, उस शाजी को तभी सम्मान देने के लिए कोई नहीं था। വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഉന്നതന്മാരെ ദൈവം എഴുന്നേൽപ്പിച്ച് നമ്മളെ കൈക്കൊള്ളാനായിട്ട്. काफी साल बाद में अभी बहुत बड़े लोगों को प्रभु ने उधर खड़ा किया, अपने जैसे लोगों को स्वीकार करने के लिए। മറക്കാൻ കഴിയാത്ത മീറ്റിങ്ങുകളായിരുന്നു. जैसे भूल नहीं पाएगा वैसे काफी मीटिंग इस दिनों में उधर मिला। അഹമ്മദാബാദിലെ മീറ്റിംഗ്, अहमदाबाद का उस जो मीटिंग है, അന്ന് ഗാന്ധിധാമിൽ നിന്ന് സോമനാഥ് വരെ 178 കിലോമീറ്റർ ആണ്. गांधीनाथ से सोमनाथ तक 178 किलोमीटर दूर है। ആ 178 കിലോമീറ്ററിനകത്ത് ഗാന്ധിധാം കഴിഞ്ഞാൽ പിന്നെ ഭുജിൽ ഞാനൊരു സുവിശേഷകനെ ഉള്ളായിരുന്നു. उस जमाना में उस 187 किलोमीटर के अंदर मैं अकेला एक सेवक था। ഞങ്ങൾ ഗാന്ധിധാമിൽ നിന്ന് ഭുജിലേക്ക് പോകുമ്പോൾ അഞ്ചാർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. जैसे गांधीधाम से भुज के और जाएगा उधर अंजार അഞ്ചാർ करके एक जगह है। അവിടെ ഞങ്ങൾക്ക് വളരെ സ്നേഹമുള്ള
ഒരു ഡേവിഡ് എന്ന് പറയുന്ന ഒരു പ്രിയപ്പെട്ടവൻ അവിടെ ഉണ്ടായിരുന്നു. उधर हम बहुत प्यार करने वाला एक डेविड करके एक ब्रदर उधर था. ഞങ്ങൾ ആ വീട്ടിലിരുന്ന് ഒത്തിരി കരഞ്ഞിട്ടുണ്ട്. उस घर में बैठ के हम बहुत रोया हुआ समय था. അവർക്ക് മോളി എന്ന് പറയുന്ന ഒരു പുത്രിയുണ്ട്. उस डेविड ब्रदर को मोली करके एक बेटी है. അന്ന് ഞങ്ങൾ ഒത്തിരി ഇരുന്ന് കരഞ്ഞ് അവരെ ബ്ലെസ് ചെയ്ത് അവരുടെ തലമുറകളെ ബ്ലെസ് ചെയ്ത് അവരെയൊക്കെ ദൈവം ഉപയോഗിക്കണമേ എന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച നാളുകളുണ്ട്. उस दिनों में उन लोगों के लिए हम बहुत रो रो के प्रार्थना करके उनको आशीषित किया और ऐसे प्रार्थना किया, प्रभु उनका बच्चों को आपने उपयोग कर दीजिए. എന്നെനിക്ക് ഭയങ്കര സന്തോഷം. आज मैं बहुत खुश है. മോളിയുടെ മോനാണ് ശാമുവേൽ. मैं बहुत खुश है. मोली का बेटा है शामुएल. ആമേൻ. आमीन. എൻ്റെ ഹൃദയം ഭയങ്കര സന്തോഷമായി. ये देखे मैं बहुत खुश हो गया. ഞാൻ പറഞ്ഞ ഒന്നും ശാമുവേൽ കേട്ടില്ല, ഇനി വീഡിയോ പിന്നെ കേൾക്കണം കേട്ടോ. हालेलुया. मैंने बताया बात तो शामुएल कुछ सुना नहीं, बात में सुन लीजिए. നമ്മുടെ ദൈവത്ര വിശ്വസ്തനാണ്. अपना परमेश्वर कितना विश्वास योग्य है. ഇന്ന് കരയുമ്പോൾ आज जब रोते हैं വരുന്ന തലമുറ ഉയിര് പ്രാപിച്ച് എഴുന്നേൽക്കാൻ വേണ്ടിയാ കരയുന്നത്. अगले पीढ़ी जान पाक के उठ के खड़ा होने वाला है. പരിശുദ്ധാത്മാവില്ലാത്ത ചർച്ച് സെമെട്രി ചർച്ചാണ്. पवित्र आत्मा जिस कलीसिया में नहीं है उस कलीसिया एक स्मशान का जैसे है. അവിടുത്തെ പരിശുദ്ധാത്മാവില്ലാത്ത സഭയിലെ വിശ്വാസികൾ മോർച്ചറി ബിലീവേഴ്സ് ആണ്. पवित्र आत्मा जिस कलीसिया में नहीं है उस कलीसिया का विश्वासियों मोर्चरी में रखा हुआ लोगों का जैसे है. എന്നാൽ ഈ സന്ധ്യയ്ക്ക് ഞാൻ ഇവിടെ വരുമ്പോൾ കുഞ്ഞുങ്ങളിൽ നിന്ന് ആത്മാവിൽ വർഷിപ്പ് ലീഡിയെന്ന് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. लेकिन इस जो शाम का समय इस कलीसिया में आया, जब मैंने देखा अपने बच्चों नौजवानों आत्मा का भरपूरी में आराधना कर रहे, मैं बहुत खुश हो गया. ദൈവം നമ്മുടെ അതിര് വിസ്താരമാക്കാൻ തീരുമാനിച്ചാൽ परमेश्वर अगर अपना सीमाओं को बढ़ाने के लिए निर्णय लिया, ഒരു ശക്തിക്കും ആ അതിരിനെ മതിൽ കെട്ടി നിർത്താൻ കഴിയത്തില്ല. कोई भी शक्ति उस जो सीमा को दीवार बना के रोक नहीं पाएगा. ഇന്ന് രാത്രിയിൽ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കണം. आज रात को जो भी बातें मैंने बताएगा आप बहुत ध्यान से सुन लीजिए. നമ്മുടെ മുഖം കണ്ടിട്ട് ദൈവം ജീവിക്കുന്നോ ദൈവം മരിച്ച ദൈവമാണോ അതോ ജീവിച്ചിരിക്കുന്ന ദൈവമാണോ എന്ന് അറിയണേ നമ്മുടെ മുഖത്ത് നോക്കിയാൽ മതി. अपना चेहरा देखेगा तो मालूम पड़ेगा कि अपना परमेश्वर मरे हुए परमेश्वर है या जीवित परमेश्वर है. നമ്മുടെ മുഖത്ത് ഒരാൾ നോക്കുമ്പോൾ ഉള്ള സന്തോഷവും കൂടെ മറ്റൊരാളെ കളയരുത്. अपना चेहरा देख के दूसरे का आनंद निकल जाना नहीं. ആമേൻ. അതുകൊണ്ട് നമ്മുടെ ഉള്ളത്തിൽ സന്തോഷം കൊണ്ട് നിറഞ്ഞിരിക്കണം. इसलिए अपना दिल के अंदर आनंद से भर के उस भरपूरी के साथ में हमें प्रभु का उपस्थिति में കാരണം വചനം പറയുന്നു യഹോവയെങ്കിലുള്ള സന്തോഷമാണ് നമ്മുടെ ബലം. परमेश्वर का वचन यूं कहता है यहोवा में जो आनंद है वो अपना ताकत है. Are you happy? क्या आप खुश है? Are you happy? क्या आप खुश है? Are you happy? क्या आप खुश है? ആമേൻ. കർത്താവിന്റെ വരവിനെ കുറിച്ച് ഒത്തിരി പാട്ട് എഴുതിയിട്ടുണ്ട്. यीशु का आगमन के बारे में काफी गाना वो मैंने लिखा है. പാസ്റ്റർ ജി പറഞ്ഞ അനുസരിച്ച് ഞാനൊരു പാട്ട് പറഞ്ഞു. ഐ എം നോട്ട് എ വെരി ഗുഡ് സിംഗർ. പക്ഷേ 3.5 വയസ്സിൽ എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും ഒക്കെ 1 പൈസ ഒരു പാട്ടിന്. हालेलुया. 3.5 साल जब उम्र था मेरा दादा दादी ने अगर एक गाना गाएगा तो मुझे 1 पैसा का सामान 1 सिक्का देते थे. അപ്പൊ 5 പൈസക്ക് 5 പാട്ട് പാടണം. 5 पैसा दिया तो 5 गाना गाना पड़ते. അപ്പൊ നിക്കറില് 5 വയസ്സൊക്കെ ആയി ഇപ്പത്തേന് ഒരുമാതിരി പാടുമെന്നാ അവര് പറയുന്നേ. हालेलुया. जैसे 5 पैसा मेरा जेब में गिरेगा तो इसका मतलब क्या है? वो लोग कहा अच्छे से गाते. അന്ന് 1 പൈസ ഉണ്ട്, അന്ന് 3 പൈസ ഉണ്ട്, 2 പൈസ ഉണ്ട്, 5 പൈസയുടെ ഒക്കെ തുട്ടുണ്ട്. उस जमाने में 1 पैसा 2 पैसा 3 पैसा अलग अलग कॉइन रहते थे. 50 साल के 50 വർഷത്തിന് മുമ്പ് കാര്യമായി പറയുന്നത്. मैं 50 साल पहले का बात कर रहा हूँ. പ്രൈസ് ലോർഡ്. അപ്പോൾ ഈ പൈസ കിട്ടിയതൊക്കെ പോക്കറ്റ് ഇട്ടുകൊണ്ട് കിടക്കും, നേരം വെളുക്കുമ്പോൾ ഒറ്റ പൈസ കാണത്തില്ല. जैसे सुबह जैसे जेब में पैसा डाल के सोएगा लेकिन सुबह जाके उठेगा तो एक भी ना सिक्का जेब में नहीं रहते. അത് എൻ്റെ ഏറ്റവും മൂത്ത അച്ചാച്ചനെ അടിച്ചുകൊണ്ട് പോകുന്നത്. वो मेरा बड़ा भाई है ना, वो क्या ना चोरी करके लेके जाता था. പിന്നെയും പാട്ട് പാടിയാൽ പൈസ കിട്ടും. वापस गाना गाएगा तो पैसा मिलेगा. അപ്പൊ ഇങ്ങനെ എന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുക. ऐसे मुझे धोखा देते रहते थे. അപ്പൊ ഞങ്ങളുടെ അയൽവാസിയായ ഒരു വെല്ലിപ്പച്ചനുണ്ട്, ആ ഒരു അപ്പൂപ്പനുണ്ട്. അവര് വസ്ത്രം ധരിക്കുന്നത്
പിന്നെ എന്താ പറയുക ലങ്കോട്ടി എന്നാ പറയുന്നത്. Hallelujah. അവര് നിക്കർ ഉടുപ്പ് വന്ന ഇടത്തില് ലങ്കോട്ടി ഇട്ടുകൊണ്ടാണ് അവര് നടക്കുന്നത്. जैसे अपना बाजू में एक बहुत उम्र वाला एक बुजुर्ग दादा था, उन्होंने हमेशा लंगोटी पहन के घूमते था. അപ്പോൾ ഞാൻ ആ അപ്പൂപ്പൻ്റെ അടുക്ക് ചെന്നിട്ട് പറഞ്ഞു, അപ്പൂപ്പ എൻ്റെ പൈസ എല്ലാം ഇവർ മോടിച്ചോണ്ട് പോവാ, ഞാൻ എങ്ങനെ സൂക്ഷിക്കേണ്ടിയെന്ന് ചോദിച്ചു. मैं उस दादाजी को जाकर बताया, दादाजी मेरा पैसा सब ये लोग चोरी करके लेके जा रहे, मैं कैसे इस पैसा को संभाल के रख पाएगा. അപ്പച്ചൻ പറഞ്ഞ് പാട്ട് പാടിയിട്ട് പൈസ കിട്ടുമ്പോൾ ആരും അറിയാതെ നീ വായിലോട്ടിട്ട് വെള്ളം ഒഴിച്ചാൽ മതി, പിന്നെ ആരും മോട്ടിക്കത്തില്ലെന്ന് പറഞ്ഞു. जैसे इस दादाजी ने कहा, जैसे गाना गा के तुझे पैसा मिलेगा, किसी को भी बोलना नहीं है, मुंह में डालना है और पानी के साथ में उसको अंदर लेना है, फिर कोई भी चोरी नहीं करेगा. ഞാൻ അന്ന് പാട്ട് പാടിയിട്ട് വൈകുന്നേരം ആയപ്പത്തിന് വെള്ളം കുടിച്ച് ഞാൻ പൈസ മെഴുങ്ങി. मैंने उस दिन शाम को जैसे पैसा मिला मुंह में डाल के उसको पानी के साथ में अंदर ले लिया. അപ്പോൾ അമ്മച്ചിയോട് ഞാൻ പറഞ്ഞു, അമ്മച്ചി ആരും ഇനിയും പൈസ മോട്ടിക്കത്തില്ല, ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, ആരും എടുക്കത്തില്ലെന്ന്. मैंने कहा देखो, मेरा दादी को कहा, दादी अभी कोई भी मेरा पैसा मेरा മാതാജി नहीं. എൻ്റെ അമ്മയോട് പറഞ്ഞു, ഇനി ആരും പൈസ മോട്ടിക്കത്തില്ല. मेरा माँ को कहा अभी कोई भी पैसा चोरी नहीं करेगा. അപ്പൊ അമ്മച്ചി എന്നോട് ചോദിച്ചു, മോനെ എവിടെ പൈസ വെച്ചേന്ന് ചോദിച്ചു. तो मेरा माँ ने मुझे पूछा, बेटा तुम कैसे कहाँ पैसा छुपा के रखा है? ഞാൻ പറഞ്ഞു, എൻ്റെ വയറ്റിനകത്ത് तो സൂക്ഷിച്ചു. बोला मेरे पेट के अंदर है. നീ പൈസ എന്തോ ഇതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വിഴുങ്ങിയെന്ന് പറഞ്ഞു. तो पूछा तू पैसा क्या किया? मैं बोला मैंने उसको अकान निकाला. അപ്പൊ നിന്നോട് ഇത് ആര് പറഞ്ഞു വിഴുങ്ങ? ഞാൻ പറഞ്ഞു അപ്പുറത്തെ അപ്പൂപ്പൻ പറഞ്ഞു. मुझे पूछा तुझे कौन बोला इसे करने के लिए? तो बोला बाजू वाला उस जो बुजुर्ग. അമ്മച്ചി എന്നെ രാത്രി ആശുപത്രി കൊണ്ടുപോയി. अम्मा जी मुझे रात को अस्पताल लेके गए. ഞാൻ മരിച്ചു പോകുന്നുള്ള പേടിയായി അമ്മച്ചി. वो डर गया, तो मैं मर जाएगा सोच के डर के मुझे अस्पताल लेके गए. ഒരു വിജയൻ ഡോക്ടർ എന്ന് പറയുന്ന ഡോക്ടറിന്റെ അടുക്ക് കൊണ്ടുചെന്ന് പറഞ്ഞു, പൊന്നമ്മേ നീ പേടിക്കണ്ട, അവന് നല്ലപോലെ 3-4 പഴം അങ്ങ് കൊടുക്കാൻ പറഞ്ഞു. एक विजयन डॉक्टर करके डॉक्टर के पास लेके गया. डॉक्टर ने बोला डरो मत, 2-3 अच्छा बड़ा खेला दे दो उसको, खिलाओ. वो बोला രാവിലെ ടോയ്ലറ്റിൽ അവനെ വിടരുത്, പരസ്യ സ്ഥലത്ത് അത് നടക്കട്ടെ എന്ന് പറഞ്ഞു. उसको टॉयलेट में सुबह भेजना नहीं है, कोई खुला मैदान में लेके जाओ. അപ്പൊ എന്നിട്ട് നീ നാളെ ഉച്ച കഴിഞ്ഞിട്ട് എന്നെ വന്ന് കാണണമെന്ന് പറഞ്ഞു. इसके बाद में तुमको दोपहर को है ना वापस आके मुझे मिलना है कहा. എന്തായാലും ആ പോയതുപോലെ ആളിഞ്ഞു പോരുന്നു. जैसे जो कोई अंदर गया ना वैसे ही बाहर चला ഞാൻ गया. പറഞ്ഞു വന്നത് അങ്ങനെയൊക്കെ പഠിക്കേണ്ട വന്നു. हाँ, मैंने कहा देखो ये कहने का मतलब मैं ऐसे गाना गाने के लिए सीखना पड़ा. കൊച്ചുങ്ങൾ ആരും വീട്ടിൽ പോയി പൈസ സൂക്ഷിച്ച് വെക്കല്ല ഇങ്ങനെ. मैंने किया वैसे, बच्चों कोई भी कहना पैसा को पेट के अंदर छुपा के मत रखो. കർത്താവിന്റെ വരവിനെ കുറിച്ച് എഴുതിയ ഒരു ഗാനത്തിന്റെ ശില്പാണ്. यीशु का आगमन के बारे में मैंने लिखा है गाना, मैं गाना चाहता हूँ. കണ്ണീരില്ലാത്ത ലോകത്തിൽ തന്നെ നാം പോയിടും നിശ്ചയമാ, ഈ ചുട്ടരിയാനുള്ള ഭൂമിയിൽ നിന്നും പോയിടും ഭാഗ്യനാട്ടിൽ. ഈ ചുട്ടരിയാനുള്ള ഭൂമിയിൽ നിന്നും പോയിടും ഭാഗ്യനാട്ടിൽ. ഈ ഭൂമിയിൽ കണ്ണുനീര് മാത്രമേ ഉള്ളൂ, ദുഃഖം മാത്രമേ ഉള്ളൂ, വേദന മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതില്ലാത്ത ഒരു സ്ഥലമുണ്ട്, അവിടേക്കാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. जो आंसू नहीं है, वेदना नहीं है, वैसे एक जगह अपना डेस्टिनेशन है. ഈ പരിഭാഷ ചെയ്യുന്നതും സെക്കൻഡ് ചെയ്യുന്നതും ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. जो अनुवाद करना और सेकंड करना ये थोड़ा तकलीफ वाला काम है. ഞാൻ ബൈബിൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു സയന്റിസ്റ്റിന് സെക്കൻഡ് ചെയ്യാൻ പോയി. എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്നത് ഞാൻ ഏറ്റു പറയണം, പരിഭാഷയല്ല. मैंने जब बाइबल कॉलेज में पढ़ाई किया था तभी एक साइंटिस्ट के लिए सेकंड करने के लिए, मतलब जो उन्होंने कहा था ऊंचा आवाज में दोहरा के बोलने के लिए गए. വലിയൊരു കൺവെൻഷനാ, ഉറുഗുൻ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. उरुगुन करके एक जगह में बहुत बड़ा कन्वेंशन था. അപ്പം അദ്ദേഹം പറയുന്നതെല്ലാം അതുപോലെ കൃപയാൽ ദൈവം തന്ന അഭിഷേകത്തിൽ നിറഞ്ഞ് അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. उन्होंने जो भी बातों बताया वैसे ही मैं दोहरा के उस अभिषेक के साथ में मैं बोल रहा था. അദ്ദേഹം പിന്നെ ഒരു ശ്വാസത്തിൽ സയന്റിഫിക്കലായിട്ട് കുറെ വൊക്കാബുലറി അങ്ങ് പറഞ്ഞു. उन्होंने एक श्वास में कोई साइंटिफिक बातों उस भाषा में बोलना शुरू किया. സയന്റിഫിക്കൽ വേർഡ്സ് ഒത്തിരി പദങ്ങൾ അങ്ങ് പറഞ്ഞു. उन्होंने बहुत साइंटिफिक शब्दों ऐसे इस्तेमाल करना शुरू അപ്പൊ किया. കൺവെൻഷൻ ഗ്രൗണ്ടിൽ ഇരിക്കുന്നവരെല്ലാം ഇങ്ങനെ വിഷമിച്ചിരിക്കുക, ഈ കൊച്ചുകിറക്കൻ എന്നാ ഇനി ചെയ്യും. ऐसे कन्वेंशन ग्राउंड में जो बैठा हुआ लोग, കാരണം അതിൽ ഒരു വാക്കും എനിക്ക് പറയാൻ അറിയത്തില്ല. अभी बंदा कैसे क्या कहेगा. അപ്പൊ അതിൽ ഒരു വാക്കും എനിക്ക് പറയാൻ അറിയത്തില്ല. उसमें से एक शब्द भी बोलने के लिए मुझे आता नहीं था. അപ്പൊ അദ്ദേഹം നിർത്താതെ അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുക. എനിക്ക് മനസ്സിലായി എനിക്ക് മരുന്ന് വരുവാന്ന്. वो बिना रुके वो बोलते रहते था. അപ്പൊ ഞാൻ പറഞ്ഞു ഈ ദേവദാസൻ പറഞ്ഞ കാര്യം എല്ലാം സത്യമാണ്. मैंने कहा ये जो परमेश्वर दास ने जो भी बात बताया वो सब कुछ सत्य है. अविनाशी वह देश का शरीर पाएंगे हम एक दिन, स्वर्गदूत समान बन जाएंगे
यीशु के राज्य में। स्वर्गदूत समान बन जाएंगे यीशु के राज्य में। 6:8 अविनाशी वह देश का शरीर पाएंगे हम एक दिन। अविनाशी वह देश का शरीर पाएंगे हम एक दिन। स्वर्गदूत समान बन जाएंगे यीशु के राज्य में। स्वर्गदूत समान बन जाएंगे यीशु के राज्य में। महिमा में यीशु अत्यधिक शीघ्र बादलों में आएगा। पवित्र मंडली रूबी दुलिंगो आसमान पर लहराएगा। पवित्र मंडली रूबी दुलिंगो आसमान पर ले जाएगा। हम सुरहित उस महान देश में जाएंगे हम जरूर। हम सुरहित उस महान देश में जाएंगे हम जरूर। जल जाने वाले संसार से हम जाएंगे उस धन्य देश। जल जाने वाले संसार से हम जाएंगे उस धन्य देश। കണ്ണീരില്ലാത്ത ലോകത്തിൽ തന്നെ നാം പോയിടും നിശ്ചയമാ. കണ്ണീരില്ലാത്ത ലോകത്തിൽ തന്നെ നാം പോയിടും നിശ്ചയമാ. ഈ ചുട്ടെരിയാനുള്ള ഭൂമിയിൽ നിന്നും പോയിടും ഭാഗ്യനാട്ടിൽ. ചുട്ടെരിയാനുള്ള ഭൂമിയിൽ നിന്നും പോയിടും ഭാഗ്യനാട്ടിൽ. യേശു വേഗത്തിൽ തന്നെ മേഘത്തിൽ വന്നിടുമേ. ശുദ്ധ സഭയാം കാന്തയെ വേഗം മേഘത്തിൽ ചേർത്തിടുമേ. ശുദ്ധ സഭയാം കാന്തയെ വേഗം മേഘത്തിൽ ചേർത്തിടുമേ. 1000 വർഷം ഈ ഭൂമിയിൽ വാഴും രാജാക്കന്മാരാ. 1000 വർഷം ഈ ഭൂമിയിൽ വാഴും രാജാക്കന്മാരാ. മഹാരാജനാവേശുവിൻ കൂടെ വാഴുന്ന നാടുകൾ ദൂരമല്ല. മഹാരാജനാവേശുവിൻ കൂടെ വാഴുന്ന നാടുകൾ ദൂരമല്ല. राज्य करेंगे इस पृथ्वी पर हम 1000 साल. राज्य करेंगे इस पृथ्वी पर हम 1000 साल. महाराजा यीशु मसीह के साथ दिन अब दूर नहीं. महाराजा यीशु मसीह के साथ दिन अब दूर नहीं. महिमा में यीशु अत्यधिक शीघ्र बादलों में आएगा. पवित्र मंडली रूबी दुलिंगो आसमान पर लहराएगा. पवित्र मंडली रूबी दुलिंगो आसमान पर आ जाएगा. पवित्र मंडली रूबी दुलिंगो आसमान पर लहराएगा. ദൈവദൂതന്മാർ നന്നായി ഒരുങ്ങുന്നു കാഹളമോദിടാൻ. ദൈവദൂതന്മാർ നന്നായി ഒരുങ്ങുന്നു കാഹളമോദിടാൻ. ഈ ഭൂമി ഞരങ്ങുന്നു ദൈവമുണ്ടാകെ ബ്രദരെ നൽകിടാൻ. ഈ ഭൂമി ഞരങ്ങുന്നു ദൈവമുണ്ടാകെ ബ്രദരെ നൽകിടാൻ. ഭൂമി ഞരങ്ങുന്നു ദൈവമുണ്ടാകെ ബ്രദരെ നൽകിടാൻ. ഈ ഭൂമി ഞരങ്ങുന്നു ബ്രദരെ നൽകിടാൻ. हालेलुया. ഒരു ദിവസം आज का जैसे एक दिन ലോകത്തിലുള്ള സകല മാധ്യമങ്ങളിലും दुनिया में सारे जो मीडिया में ഇങ്ങനെ ഒരു വാർത്ത വരും. ऐसे एक खबर आने वाला है. ആസാദി നടത്തിയ പാസ്റ്റർ ഭൂമിയിലില്ല, എടുക്കപ്പെട്ടു. आजादी में जो पास्टर जो आजादी चला रहे था वो धरती में नहीं है, वो चला गया. ഓ കലിസിയ के अंदर अभी कोई नहीं, സഭയിലോ സ്വർഗ്ഗ में चला गया. ആ സഭയിലുള്ളവരെല്ലാവരും അദ്ദേഹത്തോട് കൂടെ പോയിട്ടുണ്ട്. ഭൂമിയിലുള്ള സകല വിശുദ്ധന്മാരും ഒരുപോലെ എടുക്കപ്പെടുന്ന ഒരു ദിവസം വരികയാണ്. धरती में सारे जो पवित्र लोग एक दिन उठाया जाएगा, वैसे एक दिन शीघ्र आने वाला है. ഹല്ലേലൂയ, ഹല്ലേലൂയ. हालेलुया. കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചവർ, यीशु को उद्धारकर्ता के रूप में जो स्वीकार किया, അതെ സ്നാനപ്പെട്ടവർ, बपतिस्मा लिया वो लोग, അഭിഷേകം പ്രാപിച്ചവർ, अभिषेक पाया वो लोग, അവരെ എടുക്കാനായി യേശു വരുന്നത്. उनको ले जाने के लिए यीशु आने वाला है. സ്തോത്രം. ദൈവത്തിന്റെ വചനം അനുസരിക്കേണ്ടത്
ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുത്തിട്ടല്ല. यीशु का वचन का पालना करना दूसरे किसी को पूछ के एक दोबारा एक राय एक ओपिनियन सुन के नहीं. ഒരു രോഗമുണ്ടെങ്കിൽ വൈദ്യനോട് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ചോദിക്കാം. एक बीमारी है तो आप वैद्य से दूसरा एक ओपिनियन आप ले सकते हैं. പക്ഷേ ദൈവത്തിന്റെ വചനം അനുസരിക്കുന്നതിന് ഭാര്യ ഭർത്താവിനോട് ചോദിക്കണ്ട, ഭർത്താവ് ഭാര്യയോട് ചോദിക്കണ്ട, മാതാപിതാക്കൾ മക്കളോട് ചോദിക്കണ്ട, മക്കൾ അമ്മയും മാതാപിതാക്കളോട് ചോദിക്കണ്ട. കാരണം ഇവര് ഡിസ്കഷൻ ചെയ്തിട്ടല്ല ഓരോരുത്തർ ഭൂമി വന്നത്. ये परमेश्वर का वचन का पालना करने के लिए पति पत्नी को, पत्नी पति को, बच्चों माँ बाप को, माँ बाप बच्चों को पूछने का जरूरत नहीं है, क्योंकि किसी का हालेलुया पूछ के हम इस धरती में आया नहीं. ആമേൻ. അതുകൊണ്ട് അപ്പന്റെ സമയത്തല്ല മോൻ സ്വർഗത്തിലോട്ട് പോകുന്നത്, അല്ലെങ്കിൽ ഈ ശരീരം വിട്ടു പോകുന്നത്. അമ്മ വിചാരിച്ച സമയത്തല്ല ഈ ശരീരം വിട്ടു പോകുന്നത്. മക്കൾ വിചാരിക്കുന്ന സമയത്തല്ല മാതാപിതാക്കൾ പോകുന്നത്. മാതാപിതാക്കൾ വിചാരിക്കുന്ന സമയത്തല്ല മക്കൾ പോകുന്നത്. देखो पिता ने जो इच्छा रखा उस समय में नहीं बच्चा स्वर्ग में जाएगा, बच्चा का समय में वो नहीं जाएगा. माता पिता को उनका मर्जी में उनका समय में स्वर्ग में नहीं जाने वाला है. इसलिए അതുകൊണ്ട് ദൈവത്തെ അനുസരിക്കാൻ നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകുന്ന ചാൻസ് ഒരിക്കലും മിസ് ചെയ്യരുത്. इसलिए परमेश्वर को हालेलुया आज्ञाकारी बनने के लिए प्रभु देने वाला कोई भी मौका को नष्ट करना नहीं है. നാം ദൈവത്തിന്റെ വചനം അനുസരിച്ചില്ലെങ്കിൽ ദൈവത്തിന് ഒരു നഷ്ടമില്ല, നമുക്കാ നഷ്ടം. अगर आपने परमेश्वर का वचन का पालना नहीं करेगा तो परमेश्वर को कोई नुकसान ना होने वाला है, नुकसान आपको होने वाला है. കാരണം ദൈവത്തിന്റെ വചനം ഒരാൾ അനുസരിച്ചാൽ എത്ര നേരത്തെ അനുസരിക്കുന്നു അത്ര നേരത്തെ അവൻ അർഹതപ്പെട്ട എല്ലാ ബ്ലെസ്സിങ്ങും അവൻ നേരത്തെ പ്രാപിക്കും. अगर कोई भी परमेश्वर का वचन का पालना करेगा तो उतना जल्दी उनका जीवन में होने वाला आशीषों प्रकट होने वाला है. ഈ അടുത്ത സമയത്ത് എന്നെ അമേരിക്കയിൽ ഒരു സ്ഥലത്തു നിന്ന് ഒരു പയ്യൻ വിളിച്ചു. इस कुछ दिन पहले अमेरिका से कोई एक जगह से एक बेटा मुझे कॉल किया. സ്തോത്രം. അതിനൊരു കാരണമുണ്ട്. उसके लिए कारण है. 1993 ഞങ്ങൾ മിഡിൽ ആൻഡമാൻ എന്ന് പറയുന്ന ദ്വീപിലായിരുന്നു. 93 में हम मिडिल अंडमान में एक टापू में हम सेवकाई करते थे. ഒരു ദിവസം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു ബക്കുത്തള എന്ന് പറയുന്ന സ്ഥലത്ത് പോയി അവിടുത്തെ ആളുകൾ ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നീ അവർക്ക് ട്രാക്റ്റുകൾ കൊടുക്കണം. एक दिन प्रभु का आत्मा मुझे कहा था बकुतला करके जहां में जाके उधर जो लोग काम से बाहर आएगा उसको पर्ची बांटो. ഏഷ്യയിലെ ഏറ്റവും വലിയ ഒരു ഫ്ലൈവുഡ് ഫാക്ടറിയാണ്. एशिया का सबसे बड़ा एक प्लाईवुड फैक्ट्री उधर है. പ്ലൈവുഡ് ഉണ്ടാക്കുന്നതിനുള്ള ഒരു വലിയ മില്ലാണത്. वो प्लाईवुड बनाने के लिए बहुत बड़ा एक मिल उधर है. അപ്പോൾ ഞാൻ പോകാനായിട്ട് റെഡി ആയി കഴിഞ്ഞപ്പോൾ ഇറങ്ങാൻ തുടങ്ങുമ്പോൾ എന്നോട് വൈഫ് ചോദിച്ചു എവിടെ പോവാ. जैसे मैंने तैयार होकर बाहर जा रहे थे तभी मेरा पत्नी मुझे पूछे कहां जा रहे हैं आप. ഞാൻ പറഞ്ഞു ബക്കുത്തളയ്ക്ക് പോവുക. मैंने कहा बकुतला जा रहे हो. എന്നോട് പറഞ്ഞു ഇന്ന് പോകണ്ട. मुझे कहा आज जाना नहीं है. ഞാൻ പറഞ്ഞു അയ്യോ അങ്ങനെ പറ്റത്തില്ല, കാരണം ദൈവം പറഞ്ഞാൽ അനുസരിച്ചേ പറ്റൂ. मैंने कहा ऐसे नहीं हो सकते, परमेश्वर ने अगर कुछ बताया तो वो जरूर पूरा करना അപ്പൊ है. എന്നെ പൂണ്ടടക്കം പിടിച്ചിട്ട് പറഞ്ഞു ഇന്ന് പോകുന്നില്ല. मुझे घस के पकड़ के कहा आज बिल्कुल जाना नहीं है. ഞാൻ പറഞ്ഞു നീ പറയുന്നത് കേൾക്കാനാണോ വിലക്കിറങ്ങിയ ദൈവം പറഞ്ഞത് കേൾക്കാനാണോ? मैंने पूछा क्या तुम बोलना सुनने के लिए मैं सेवकाई में उतरा या परमेश्वर बोलने वाला बातों को सुनने के लिए सेवकाई में उतरा? ഇന്നൊരു കാരണവശാലും പോകരുത്. तो पत्नी ने कहा आज बिल्कुल जाना नहीं है. ഞാൻ പറഞ്ഞു വേല ചെയ്യാത്തവൻ തിന്നരുതെന്നാ വചനം. परमेश्वर के वचन में लिखा है जो सेवकाई नहीं करेगा वो खाना नहीं है. അതുകൊണ്ട് ഞാൻ പോവുക. इसलिए मैं जा रहा हूँ. അപ്പൊ കരയാൻ തുടങ്ങി. तो उन्होंने रोना शुरू അപ്പൊ किया. ഞാൻ കർത്താവിനോട് പറഞ്ഞു तभी मैं प्रभु से ऐसे बात किया, കർത്താവേ നീ പറഞ്ഞ കാര്യത്തിന് ഞാൻ പോവുക. प्रभु मैं आपने जो बताया बातों के लिए मैं जा रहा हूँ. നീ എന്റെ കാര്യം നോക്കാമെങ്കിൽ ഞാൻ നിന്റെ കാര്യം നോക്കാമെന്ന് അങ്ങ് പറഞ്ഞിട്ടുണ്ട്. आपने कहा है अगर तुमने मेरा काम करेगा तो मैं तेरा काम करूंगा. ദൈവം ഒരു കാര്യം നമ്മളോട് ആവശ്യപ്പെട്ടാൽ അത് അനുസരിക്കുന്നിടം വരെ നമുക്ക് പിന്നെ സ്വസ്ഥത കാണുന്നില്ല. अगर परमेश्वर ने आपसे कुछ करने के लिए दिया जब तक वो पूरा नहीं करेगा तब तक आपका चैन निकल जाएगा. എനിക്ക് അങ്ങനെയാണ്. मुझे ऐसे होते हैं. അപ്പൊ ഞാൻ പോയി. इसलिए मैंने निकल गया. അവിടെ വാതിലിൽ കരഞ്ഞോണ്ട് ഡോർ അടച്ചു. मेरा पत्नी ने रो के दरवाजा बंद किया. പലരുടെയും ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കാറുണ്ട്. काफी लोगों के जीवन में शायद ऐसे हो सकता ദൈവം है. ഒരു കാര്യം പറയും, जब परमेश्वर ने कुछ बातों करने के लिए बताएगा കേട്ടിട്ട് സമർപ്പിക്കും. आपने सुन के समर्पण करेगा. കട്ടിലെ വരുമ്പോ പറയും हाल लेकिन आपका काट में आएगा तो सुनेगा. പിന്നെ എടി കർത്താവ് എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞു. पत्नी से कहेगा देखो प्रभु ने मुझे ऐसे बात അപ്പൊ की है. ഭാര്യ കെട്ടിപ്പിടിച്ചോണ്ട് എന്റെ പൊന്നൻ ചാച്ചൻ പോവല്ലേ. इसलिए तभी क्या ना पत्नी ने ऐसे क्या ना पकड़ के कहा मेरा हालेलुया क्या बोलते हैं हिंदी में अच्छा जाना नहीं है. പ്രൈസ് ദി ലോർഡ്. അപ്പോ ഭാര്യ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ വർത്താനം പറയുമ്പോൾ ചിന്തിക്കും ആ ശരിയാ അവളെ വിഷമിപ്പിച്ച് പോകണ്ട. इसीलिए जब
पत्नी ने ऐसे बहुत प्यार के साथ में बात करेगा तभी सोचेगा हालेलुया ये बात सही है मैं नहीं जाने वाला. പിറ്റേന്നും ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കും, ദൈവാത്മാ പറയും പൊക്കോളാൻ പറയും. अगले दिन वापस प्रार्थना करेगा, प्रभु आत्मा कहेगा तुम उधर जाओ. എടി ദൈവാത്മാ പറയുന്ന പോകാൻ. എന്റെ പൊന്ന ചാച്ച, അതൊക്കെ പലതും നമുക്ക് തോന്നും, ചാച്ചൻ അവിടെ നില്ലേ. हालेलुया जैसे हालेलुया पत्नी ने कहेगा ऐसे आपको कभी कभी लगेगा ओ क्या आत्मा नहीं कहा है आप उधर रुको. അങ്ങനത്തെ അച്ചാച്ചന്മാരെ കൊള്ളത്തില്ല ദൈവത്തിന്. ऐसे अच्छा लोगों को परमेश्वर का काम के लिए हालेलुया जमेगा नहीं वैसे लोग. ദൈവത്തെ അനുസരിക്കുന്ന ഭർത്താക്കന്മാർ വീട്ടിലുണ്ടെങ്കിൽ ദൈവത്തെ അനുസരിക്കുന്ന ഭാര്യമാർ എഴുന്നേൽക്കും. अगर परमेश्वर का आज्ञा का पालन करने वाला पतियों घर में है तो वैसे पत्नियों भी घर में उत्पन्न होने वाला है. ആമേൻ. आमीन. കഴിഞ്ഞ ദിവസം ഞാൻ ഒരാളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞു, पिछले दिन में मैंने किसी से बात कर रहा था तभी कहा ദൈവത്തെ അനുസരിക്കണം, परमेश्वर को हालेलुया पालना करो, आज्ञाकारी बनो, അല്ലെങ്കിൽ കാര്യം കുഴയും. ना तो हालेलुया बात बहुत बिगड़ जाने वाला ഇനി है. രണ്ടാമത് അദ്ദേഹത്തിന് കെട്ടാനൊന്നും സമയമില്ലെന്ന് ഞാൻ പറഞ്ഞു. हालेलुया दोबारा शादी करने के लिए भी समय नहीं है, इसलिए परमेश्वर का आज्ञाकारी बनो. നമ്മളെ കല്യാണത്തിന് വിളിച്ചാൽ ശവോടക്കനല്ല വരേണ്ടത്. हालेलुया हमें जब शादी के लिए बुलाएगा तो हालेलुया जैसे क्या बोलते हैं हालेलुया फ्यूनरल के लिए आना नहीं पड़ेगा. ദൈവത്തിന്റെ സമയത്തിന് അവൈലബിൾ ആകുന്നവരെയാണ് ഈ അന്ത്യകാലത്ത് ദൈവത്തിന് ആവശ്യം. परमेश्वर का समय के लिए अवेलेबल होने वाला लोगों को प्रभु इस दिनों में उपयोग करने वाला है. ഞാൻ പോയി मैंने गया, അവിടെ ചെന്ന് കർത്താവിനെ ഏൽപ്പിച്ച ദൗത്യം ചെയ്തു. मैंने उधर जाके परमेश्वर ने मुझे करने के लिए दिया उस जो काम किया. ആ പ്രവർത്തനം കഴിഞ്ഞിട്ട് വരുമ്പോൾ ദൈവം എന്നെ ഒരു കാട്ടിലേക്ക് നയിച്ചു. उस जो काम करके मैं वापस आ रहा था प्रभु ने मुझे एक जंगली जगह में लेके गया. കാട്ടിൽ ഒരു വീടുണ്ട്. उस जंगल में एक घर था. അവിടെ ചെന്ന് ഞാൻ അവരോട് സുവിശേഷം പറഞ്ഞു. उस गांव में उस जंगल में जाके उन लोगों को मैंने सुसमाचार അവിടെ ഒരു बताया. കൊച്ചു പയ്യനുണ്ടായിരുന്നു. उधर एक छोटा लड़का था, ഞാൻ അവരോട് സുവിശേഷം പറഞ്ഞു. उनको मैं सुसमाचार बताया. അവൻ കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചു. उन्होंने यीशु को ग्रहण किया. ഞാൻ ഇനി പോയിരുന്നു. मैं उधर से चला आया. പിന്നെ അവനെ കണ്ടിട്ടില്ല. उसके बाद में मैंने उनको देखा नहीं. ഞങ്ങൾ വേല കഴിഞ്ഞ് ഞങ്ങൾ 91 നാട്ടിലേക്ക് വന്നു. मैंने 91 में सन 91 में मैं वापस केरला चला गया. ഫെബ്രുവരിയിൽ ആസാദിയിൽ ഇങ്ങനെ പാസേജ് എന്നെ ഇന്റർവ്യൂ ചെയ്തു. फरवरी में आजादी में पास्टर जी मुझे इंटरव्यू करने के लिए लेके आए. എന്റെ കണക്കനുസരിച്ച് 1800 പേര് എന്നെ വിളിച്ചു. मेरा गिनती करेक्ट है तो 1800 लोग. ആ 1800 लोग मुझे कॉल किए उस जो इंटरव्यू देखे. ശക്തി മതോ മുझे अभी भी बुलाया. അത്ഭുതപ്പെടേണ്ട പാസ്റ്ററെ ഇന്നും ആളുകൾ വിളിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ വിളിച്ചതിൽ ഒരു പയ്യൻ എന്നെ അമേരിക്കയിൽ നിന്ന് വിളിച്ചു. इसमें से एक लड़का मुझे अमेरिका से कॉल किया. അദ്ദേഹം എന്നോട് പറഞ്ഞത് उन्होंने मुझसे कहा ബക്കുത്തലയിൽ സമീപ കാട്ടിൽ താമസിച്ച സമയത്ത് പാസ്റ്റർ വന്ന് സുവിശേഷം പറഞ്ഞ് ഒരു കൊച്ചു ബാലകൻ രക്ഷിക്കപ്പെട്ട ഓർമ്മയുണ്ടോ? ഞാൻ അവനാ. हालेलुया. उन्होंने कहा बकुतला में एक जंगल में आके पास्टर ने सुसमाचार बता के उद्धार पाया. एक लड़का को या याद कर रहे वो लड़का मैं हूं. हालेलुया. If you obey the Holy Spirit, you will see miracles. अगर आपने पवित्र आत्मा का अगुवाई को पालना करेगा तो आप जरूर चमत्कार देखने वाला है. If you will available for the Holy Spirit is time, you will see miracles. अगर आप पवित्र आत्मा का कामों के लिए उपलब्ध है तो आप चमत्कार जरूर देखेगा. Don't be delayed to obey the will of God. परमेश्वर का आज्ञा को पालना करने के लिए विलंब करना नहीं. Sometimes you have to give the price for the will of God. कभी कभी आपको कुछ कीमत देना पड़ेगा. But God will give you double for your trouble. हालेलुया. लेकिन आपका तकलीफ के लिए 2 गुना In परमेश्वर Jesus' देने वाला है. name. यीशु नासरी In के नाम Jesus' में. name. यीशु के नाम में. In Jesus' name. यीशु के नाम में. He who obey the will of God, God never allowed to shame his face. हालेलुया. आप परमेश्वर का आज्ञा को पालना करने के लिए कभी भी शर्मिंदा मत हो जाओ. ഞാൻ വേല കഴിഞ്ഞ് വീട്ടിൽ വന്നു. मैंने सेवकाई करके वापस लौटाया. ഡോർ തുറന്നപ്പോൾ മുഖം മുഴുവൻ കരഞ്ഞ് മുഖം വീങ്ങിയിരിക്കുക. जैसे मैं घर में पहुंचा तो मेरे पत्नी बहुत रो के उनके चेहरे में उस जो हालेलुया बात दिखते था. കല്യാണം കഴിഞ്ഞ സഹോദരന്മാരോട് പറയാം, जो शादी किया हुआ भाइयों को मैं कहना चाहता हूँ ഭാര്യമാര് കരയും ചിലപ്പോൾ. कभी कभी पत्नी रोएगा. ദൈവഹിതം വിട്ടുള്ള കരച്ചിൽ മൈൻഡ് ചെയ്യരുത്. हालेलुया. परमेश्वर का इच्छा छोड़ के जो रोना आपको ज्यादा माइंड करना नहीं. ദൈവഹിതത്തിന് വേണ്ടി അവര് കരഞ്ഞാൽ നിങ്ങൾ അവിടെ നിൽക്കണം. हाँ, अगर परमेश्वर का इच्छा के लिए वो रोएगा तो उनको साथ देना है. God never want to hear your unwanted cry. प्रभु आपका बिना मतलब का रोना सुनना नहीं चाहता है. അപ്പൊ വന്നുടനെ കരയാൻ തുടങ്ങി. जैसे आया तो वो रोना शुरू किया. ഞാൻ പറഞ്ഞു, ഞാൻ പോയപ്പോഴും നീ കരഞ്ഞു. मैंने വന്നപ്പോഴും कहा കരയുവാ. जैसे मैं गया तभी तूने रोया, अभी वापस लौट आया अभी भी क्यों रो रहे? ഞാൻ പറഞ്ഞു, നിന്റെ മുഖമെല്ലാം ഇങ്ങനെ കരഞ്ഞ് വീങ്ങിയിരിക്കുവാണല്ലോ, എന്ത് പറ്റി? मैंने पूछा आपकी चेहरा क्यों ऐसे हो गया?
അപ്പൊ എന്നോട് പറഞ്ഞു तभी मुझे कहा, ഇന്ന് പോരെന്ന് പറഞ്ഞില്ലയോ मैंने कहा ना जाना नहीं है। അന്നു. हाँ मैंने कहा, പക്ഷെ നിനക്കാളധികം ഞാൻ കർത്താവിനെ അനുസരിക്കണമല്ലോ. मैंने कहा तुमको जानते मैं परमेश्वर को क्या ना हालेलुया उसका बात को मानना है मुझे। I am following you, the wounded master. मैं जो मेरे लिए घाव उठाया मेरा यीशु को मैं पीछा कर रहा हूँ। We are following the wounded master. हालेलुया, हम जो अपने लिए घाव संकट सहन लिया यीशु को पीछा कर रहे हैं। Whatever we face, there is no problem because our master is the wounded master. हमें जो भी तकलीफ आने दीजिए, कोई बिल्कुल कोई संकट नहीं है, क्योंकि हम उस परमेश्वर को पीछा कर रहे हैं जो अपने लिए दर्द उड़ाया। Praise the Lord. आमीन। എന്നോട് ഭാര്യ പറയുകയാണ്, मुझसे मेरे पत्नी ने कहा, ഇന്നേക്ക് 100 ദിവസത്തിന് മുമ്പ്, आज से 100 दिन पहले, 90 ദിവസത്തിന് മുമ്പ് 90 दिन पहले ദൈവം എന്നോടൊരു കാര്യം പറഞ്ഞു. परमेश्वर ने मुझे एक बात बताया। കർത്താവ് എന്താ പറഞ്ഞെന്ന് അറിയാൻ ഞാൻ കാതോർത്ത്. मैंने कान लगाया, परमेश्वर ने क्या बोला सुनने के लिए। ദൈവം എന്നെ 90 ദിവസം എഴുതി കാണിച്ചു. प्रभु ने 90 दिन करके मुझे लिखे दिखाया। ഞാൻ പറഞ്ഞു, നീ അതെന്താ എന്നോട് പറയാൻ, ഞാൻ ഇന്നിപ്പോ എത്ര ദിവസമായി? मैंने उनसे पूछा, तुमने क्यों ये बात मुझे बताई 90 नहीं? आज ദിവസം. कितना दिन हो गया? എന്താ എഴുതി കാണിച്ചത്? मैंने पूछा क्या लिखे दिया 90 दिन? 90 ദിവസം എന്നെഴുതിയിട്ട് മരണം എന്നെഴുതി കാണിച്ചു. मुझे ऐसे लिखे दिखाए 90 दिन और उसका नीचे मृत्यु करके लिखे दिखाया। അപ്പൊ ഞാൻ ചോദിച്ചു, ഇന്നിപ്പോ എത്ര ദിവസമായി? मैंने पूछा आज कितना दिन हो അപ്പൊ गया? ഇടയ്ക്കിടയ്ക്ക് കലണ്ടറെ നോക്കി ശ്രദ്ധിച്ചിട്ടുണ്ട്. मैंने ध्यान दिया कि हमेशा वो जाके कैलेंडर में जाके गिनते था, ഹമേസ് നെയ് ബാരംബാർ. बार बार जाके गिनते था। അന്നേരം ഞാനിത് ശ്രദ്ധിക്കാറില്ല. मैंने ये ज्यादा ध्यान नहीं दिया। അപ്പൊ ഞാൻ ചോദിച്ചു, ഇന്നിപ്പോ എത്രാമത്തെ ദിവസമാ? मैंने पूछा आज कितना दिन हो गया? ഇന്ന് 90ാമത്തെ ദിവസം. आज 90 दिन पूरा हो गया। എന്താ ദൈവം പറഞ്ഞത്? प्रभु ने क्या बताया आपको? 90 ദിവസം എന്ന് എഴുതി കാണിച്ചിട്ട് ദൈവം എന്നെ കാണിച്ചത് പാമ്പ് കടിച്ച് മരിക്കുന്നു എന്ന് കാണിച്ചു. 90 दिन के बाद में सांप काट के हालेलुया मरेगा करके मुझे लिखे दिखाया। സ്തോത്രം. അപ്പൊ ഞാൻ ചോദിച്ചു, ഇനി ബാക്കി വല്ലതും പറയണ്ടേ? പറ. मैंने कहा और कुछ बताना है तो बताइए। ഇന്ന് 90ാമത്തെ ദിവസമാണ്, പാമ്പ് കടിക്കുന്ന ദിവസമാണെന്ന് ദൈവം എന്നോട് പറഞ്ഞു. आज परमेश्वर का आत्मा मुझे कहा आज 90 दिन पूरा हो गया, आज सांप काटने वाला दसने वाला दिन है, അതുകൊണ്ടാണ് പോകരുതെന്ന് പറഞ്ഞത്. इसलिए मैं कहा जाना नहीं। ഞാൻ ചോദിച്ചു, പാമ്പ് കടിച്ചോ? मैंने पूछा क्या सांप दसा? ഇല്ല. नहीं। പിന്നെ फिर क्या हो गया? ബാക്കി പറയാം. बाकी मैं बताएगा। അപ്പൊ ഞാൻ ശ്രദ്ധിച്ച് കേൾക്കുക. मैं ध्यान से सुन रहे हो। അച്ഛൻ പോയി കഴിഞ്ഞപ്പോൾ जैसे आपने गया, ഞാനിങ്ങനെ കുഞ്ഞിനെ ഫീഡ് ചെയ്ത് അതിനെ കിടത്തിയിട്ട് വീട്ടിലെ ജോലിയെല്ലാം ഒതുക്കിയിട്ട് ഞാൻ ബാത്റൂമിൽ കുളിക്കാൻ കയറി. मैंने जैसे बच्चा को खाना खिला के उनको सोने दिया और मैं बाथरूम में गया। അവിടെ എല്ലാം തടി കൊണ്ടാണ്, ഭിത്തി തടി, ഓട്, ബാത്റൂം എല്ലാം തടി കൊണ്ടാവും. उधर पूरा बाथरूम लकड़ा से बनाया है। അപ്പോ ഈ തടി പ്ലാറ്റ്ഫോം ആണ്. ये जो हालेलुया प्लेटफॉर्म वो भी लकड़ा, അതെ. हाँ लकड़ा से। ആ പ്ലാറ്റ്ഫോമിൽ കുളിക്കാൻ വസ്ത്രം മാറാനായിട്ട് ഒരുങ്ങുമ്പോൾ അതിന്റെ പടി ഇളകിക്കിടന്ന ഭാഗത്തുനിന്ന് ഒരു സർപ്പം ഇങ്ങനെ പൊങ്ങി വന്നു. जैसे क्या ना मैं स्नान लेने के लिए तैयार हो रहा था, तभी थोड़ा पल्ला हट गया था, उधर से एक सांप बाहर आया। അതിങ്ങനെ പത്തി വിരിക്കാൻ തുടങ്ങിയപ്പോഴേക്കും എങ്ങനോ ദൈവം കൊടുത്ത കൃപയ്ക്ക് ബാത്റൂമിൽ നിന്ന് ഓടി സഭാഹോളിൽ കയറി കടന്നു. जैसे वो सांप को मैंने देखा, जैसे परमेश्वर ने दिया एक अनुग्रह से मैं उधर से भाग के सभा हाल में आके बंद किया, അരക്കഥ അടച്ചു. आधा दरवाजा बंद किया। സർപ്പം പുറകെ വന്നു. सांप पीछे पीछे ആ आया, കഥവിൽ കൊത്തുകയാണ്. उस हालेलुया लकड़ा में, उस जो द्वार में वो हालेलुया ദൈവം मार रहा था। കാണിച്ചതുപോലെ നടക്കുമെന്ന് എനിക്കറിയായിരുന്നു. मुझे जानता था परमेश्वर दिखाया वैसे ही होने അതുകൊണ്ടാ वाला है। പോകരുതെന്ന് പറഞ്ഞേ. इसलिए मैंने कहा जाना नहीं। ഞാൻ പറഞ്ഞു, मैंने कहा ദൈവം പറഞ്ഞത് ഞാൻ അനുസരിച്ചത് കൊണ്ടാണ് ദൈവം നിന്നെ സൂക്ഷിച്ചത്. मैंने कहा परमेश्वर ने जो कहा बात को मैंने मान लिया, इसलिए परमेश्वर तुझे संभाला। ദൈവത്തെ ഞാൻ അനുസരിക്കാതിരുന്നെങ്കിൽ നീ കണ്ടതുപോലെ നീ മരിച്ചേനെ. अगर परमेश्वर को हालेलुया मैंने उसका आज्ञाकारी नहीं बना तो जैसे तूने देखा वैसे तुम मरने वाला था। ഇന്ന് രാത്രി ഞാൻ താഴ്മയോടെ വിളിച്ചു പറയാം, आज रात को बहुत नम्रता के साथ में मैं कहना നീ चाहता हूँ, എന്തെല്ലാം കണ്ടാലും जो भी तूने देखा, ഏതെല്ലാം കേട്ടാലും जो भी तूने सुना, പരിശുദ്ധാത്മാവിനെ അനുസരിക്കാമോ? पवित्र आत्मा का आज्ञाकारी बनेगा तो നിനക്ക് ഒരു ദോഷം വരത്തില്ല. तुझे कोई भी हानि ना होने वाला है। കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിക്കാമോ? तालियां बजाकर प्रभु को धन्यवाद दीजिए। പരിശുദ്ധാത്മാവിനെ അനുസരിച്ചാൽ पवित्र आत्मा का आज्ञाकारी बनेगा तो ദൈവം നിന്നെ കൺമണി പോലെ സൂക്ഷിക്കും. आंखों की पुतली जैसे परमेश्वर तुझे संभालेगा। ഉള്ളങ്കൈയിൽ വരയ്ക്കും. आपको हाथों में रचने वाला परमेश्वर, വിളിച്ചു
വിളിച്ചെങ്കിൽ आपका लाडला नाम लेके बुलाने वाला അവൻ परमेश्वर, തീമതിലും പട്ടാളവുമായി നിനക്ക് നിൽക്കും. उन्होंने आग का दीवार बन के आपको सुरक्षित रखने वाला है। കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. हाथ को उठा के प्रभु को धन्यवाद दे दीजिए। ചില ആളുകളോട് ഉപവസിക്കാൻ ദൈവം പറയും. कुछ लोगों को उपवास में बैठने के लिए प्रभु का आत्मा गवाही देगा, അവർ ഉപവസിക്കത്തില്ല. उन्होंने उपवास में नहीं बैठेगा। എന്നാൽ ഡോക്ടർ ഫാസ്റ്റിങ്ങോടെ വരാൻ പറഞ്ഞ അവർ ഉപവാസത്തോടെ. लेकिन अगर डॉक्टर ने कहा फास्टिंग लेके आ जाओ, लोग फास्टिंग लेते हैं। Praise the Lord. हालेलुया। ഞാൻ എപ്പം ഫാസ്റ്റിംഗിൽ ഇരിക്കാൻ യോഗം കിട്ടിയാലും എനിക്കറിയത്തില്ല, എൻ്റെ പ്രിയപ്പെട്ടവൾ എൻ്റെ കൂടെ ഇരിക്കും. जैसे मुझे कोई अगुवाई मिलते हैं फास्टिंग में बैठने के लिए, मेरे पत्नी भी मेरे साथ में फास्टिंग में साथ देते हैं। ഈ കഴിഞ്ഞ ഫ്യൂ ഇയേഴ്സിന് മുമ്പ് ദൈവം നിയോഗം നൽകി ഞാൻ ഇച്ചിരി നീണ്ട ദിവസം ഇരിക്കുക. जैसे कुछ साल पहले प्रभु का आत्मा इसे गवाही दिए, इसलिए मैं कुछ लंबा फास्टिंग ले रहा था। അപ്പോൾ എന്നോട് ചോദിച്ചു, ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നില്ലയോ? मुझे पूछा क्या आज ब्रेकफास्ट नहीं करो? ഞാൻ പറഞ്ഞില്ല, मैंने कहा नहीं। എൻ്റെ ഉപവാസമാണ്. क्या उपवास से पूछा? ശരി, ഞാൻ പറഞ്ഞു ഫാസ്റ്റിംഗിൽ. എന്നോട് പറയാൻ ഞാൻ ഉപവസിക്കത്തില്ലായിരുന്നു. मुझे पूछा मुझे क्यों बताया नहीं, मैं भी साथ में फास्टिंग लेने वाला था ना। കർത്താവ് നിന്നോട് പറഞ്ഞിരുന്നു, എന്നോട് പറഞ്ഞതുകൊണ്ട് ഞാൻ ഇരിക്കും. मैंने कहा अगर परमेश्वर आपको कहा तो आप बैठो, मुझे कहा इसलिए मैं बैठ रहा हूं। ചില ദേവദാസന്മാരുണ്ട്, कुछ परमेश्वर का दास ऐसे होते हैं, അവരിയ്ക്കുമ്പോ ഭാര്യ കൂടിയിരുന്നില്ലെങ്കിൽ ശണ്ട കൂടും. अगर वो फास्टिंग में जब बैठेगा पत्नी साथ में फास्टिंग नहीं लिया तो फिर झगड़ा करने वाला അപ്പൊ है। കൂടെ ഫാസ്റ്റിംഗിൽ ഇരിക്കാത്ത ഭാര്യയ്ക്ക് ആത്മീയമില്ലെന്നാ ഈ മഴമണ്ടം വിചാരിക്കുന്നത്. ये जो बेवकूफ सोच रहे जो साथ में फास्टिंग नहीं ले रहे, पत्नी को आत्मिक जीवन में कमजोरी है। ആമേൻ. അതുകൊണ്ട് അങ്ങനെ ചിന്തിക്കരുത്. इसलिए ऐसा सोचना नहीं है। സമ്മർദ്ദത്തിൽ ആരും ഉപവസിക്കരുത്. कोई भी दबाव में फास्टिंग लेना नहीं है। ആത്മാവ് നിയോഗിച്ചാൽ ക്ഷീണം കാണത്തില്ല. आत्मा अगुवाई देके फास्टिंग लिया तो कभी भी शरीर में हालेलुया कमजोरी लगेगा नहीं। കാരണം പരിശുദ്ധാത്മാവ് നിയോഗിച്ച് കഴിയുമ്പോൾ ബോഡിയുടെ കൺട്രോൾ കർത്താവ് ഏറ്റെടുക്കും. लेकिन जब पवित्र आत्मा नियंत्रण में आएगा, बॉडी का कंट्रोल पवित्र आत्मा ही ले लेगा। വൈഫ് 2 നേരം ഷുഗറിന് മെഡിസിൻ എടുക്കുന്ന ആളാണ്. मेरा पत्नी तो 2 समय शुगर के लिए दवा खाने वाला है। അപ്പൊ എന്നോട് പറഞ്ഞു, എന്നോടും ദൈവാത്മാവ് പറഞ്ഞുകൊണ്ടിരിക്കുവാ എടുക്കണമെന്ന്. ഞാൻ ഇങ്ങനെ ഒന്ന് പരുവത്തി വന്നതാ. मुझको भी परमेश्वर का आत्मा बार-बार बोल रहे फास्टिंग लेना है। അപ്പൊ ഞാൻ 2ാമത്തെ ദിവസം ആയപ്പോൾ അവൾ 1ാമത്തെ ദിവസം ദൈവസന്നിധിയിൽ ഇരിക്കാൻ തുടങ്ങി. जैसे मेरा दूसरा दिन हो गया तो वो उनकी पहले दिन फास्टिंग शुरू हो 7 गई। ദിവസം കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു, നമുക്ക് ഷുഗർ ഒന്ന് ചെക്ക് ചെയ്യണോ? 7 दिन के बाद में मुझे कहा हम जाके जरा अपना शुगर चेक करेगा। ഞാൻ പറഞ്ഞു ചെക്ക് ചെയ്തോളൂ. मैंने कहा जाके चेक करेगा। അപ്പൊ നോർമൽ. तभी नॉर्मल। അപ്പൊ 7 ദിവസം ഫുഡ് കഴിച്ചിട്ടില്ല. 7 दिन खाना खाया नहीं। അമ്മ 7 ദിവസം മെഡിസിൻ കഴിച്ചിട്ടില്ല. 7 दिन मेडिसिन भी खाया नहीं। 2 ആഴ്ച കഴിഞ്ഞു. 2 हफ्ते बाद में, 3 ആഴ്ച കഴിഞ്ഞു. 3 हफ्ते बाद में ക്ഷീണം വല്ലതും ഉണ്ടോ? मैंने पूछा क्या कुछ ഒരു तकलीफ नहीं ക്ഷീണമില്ല. किया? बोला कोई कुछ प्रॉब्लम नहीं। ബ്ലഡ് ചെക്ക് ചെയ്യണോ? क्या ब्लड चेकअप करना है? വേണമെന്ന് തോന്നുന്നില്ല. उन्होंने कहा लगता नहीं है इसे। 5ാമത്തെ ആഴ്ചയായി. 5वां हफ्ते में അപ്പൊ ഒന്ന് നോക്കാന്ന് വിചാരിച്ചു. वापस जाके एक बार चेक करने के लिए ഷുഗർ सोचा। നോർമൽ. शुगर नॉर्मल। 40 ഡേയ്സ് ഫുൾ ഇരുന്നു. 40 दिन पूरा बैठा നോർമൽ. नॉर्मल। അവൻ വിളിച്ചിരുത്തിയാൽ अगर परमेश्वर ने अगर आपको നീ बिठाएगा ഇരിക്കുന്ന तो പിശാചിന്റെ കൂടെ അല്ല, ദൈവത്തിന്റെ കൂടെ. आप शैतान का साथ में नहीं, ये परमेश्वर का साथ में बैठ रहे हो। ഹല്ലേലൂയ. हालेलुया ഹല്ലേലൂയ. हालेलुया। ദൈവത്തിന്റെ കൂടെ ഇരിക്കുന്നവന്റെ ആരോഗ്യം ദൈവം സംരക്ഷിക്കും. परमेश्वर का साथ में बैठने वाला व्यक्ति का सेहत को परमेश्वर सुरक्षित रखने वाला है। ഞാൻ ഒരിക്കൽ ഒരു യോഗത്തിന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. हम एक बार मैं एक सभा में प्रचार कर रहा था। എന്റെ തൊണ്ടയിൽ എന്തോ തടയുന്ന പോലെ എനിക്ക് मुझे ऐसा തോന്നി. लगा मेरे गले में कुछ हो रहे। ഞാനിങ്ങനെ മീറ്റിംഗ് കഴിഞ്ഞു. मैं सभा के बाद में ഞാൻ വൈഫിനോട് പറഞ്ഞു, मैंने मेरे पत्नी से कहा നീ 2 ജോഡി ഡ്രസ് എടുത്ത് വണ്ടി വെക്ക്. तुम 2 जोड़ी कपड़ा तैयार करके गाड़ी में रखो। എന്നോട് ചോദിച്ചു, എന്തിനാ എവിടെ പോവാനാ? मुझे पूछा कहाँ जाने के ഞാൻ लिए? പറഞ്ഞു, എന്റെ തൊണ്ടയ്ക്ക് ഒരു സർജറി വരാൻ പോവാ. मैंने कहा मेरा हालेलुया सर्जरी होने वाला है। അപ്പോ ഞങ്ങൾ നേരെ കൊല്ലത്ത് ENT അവിടുത്തെ ഒരു റിസർച്ച് സെന്ററിൽ പോയി. मैंने कोल्लम करके जगह में एक ENT रिसर्च सेंटर में गया। അവിടെ ചെന്ന് അദ്ദേഹം എന്നെ പരിശോധിച്ചു. उधर जाके मेरा जांच किया उन्होंने। അപ്പോൾ അദ്ദേഹം പറയുകയാണ്, നിന്റെ വോക്കൽ കോഡിനകത്ത് ഒരു മുഴയുണ്ട്. उन्होंने कहा मेरे वोकल कॉर्ड के अंदर एक गांठ है। യേശുവിന്റെ നാമത്തിൽ. അപ്പൊ എനിക്ക് മനസ്സിലായി, പിശാച് എന്റെ ശബ്ദം അടയ്ക്കാൻ പോവാ. तभी मुझे मालूम पड़ा शैतान मेरा आवाज को बंद करने के लिए जा रहा हूँ। ദൈവം നമ്മുടെ മേൽ ഒരു അഭിഷേകം തന്നാൽ നമ്മളെ വിളിക്കുന്നിടം വരെ അത് കാഹളം പോലെ മുഴങ്ങും. अगर प्रभु ने अपने ऊपर एक अभिषेक दिया तो हालेलुया, जब तक अपना सेवकाई तभी खत्म होगा तब तक एक हालेलुया नरसिंह जैसे अपना आवाज उठ के रहेगा। അപ്പൊ അദ്ദേഹം ഇങ്ങനെ എന്നെ സ്കാൻ ചെയ്തിട്ട് അതെല്ലാം കാണിച്ചു. उन्होंने पूरा स्कैनिंग करके मुझे दिखाया। അപ്പൊ എന്നോട് പറഞ്ഞു, ഇത് നീട്ടിവെക്കാൻ ഒക്കത്തില്ല, ഇത് ഭയങ്കര അപകടകാരിയാണ്, ഇതിപ്പോ തന്നെ സർജറി ചെയ്യണം. उन्होंने कहा ये क्या ना अभी जल्दी सर्जरी करना पड़ेगा, हमें जरा भी समय नहीं। അപ്പൊ എന്നെ അഡ്മിറ്റ് ചെയ്തു.
जैसे मुझे एडमिट किया, അവര് പ്രൊസീജിയർ എല്ലാം ചെയ്തു, പിറ്റേന്ന് സർജറി ചെയ്ത് മുഴ മാറ്റി. पूरा प्रोसीजर करके अगले दिन ही सर्जरी करके उस जो हालेलुया ट्यूमर को निकाल दिया. അമ്മ എന്നോട് പറഞ്ഞു ഇത് ബയോപ്സിക്ക് അയക്കണം, 21 ദിവസം നീ മിണ്ടിയേക്കരുത്. मुझे कहा देखो ये बायोप्सी के लिए देना पड़ेगा और 21 दिन तुझे बिल्कुल बात करना नहीं है. അപ്പൊ അദ്ദേഹം ഒരു നല്ല പേനായും ഒരു ബുക്കും എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, വൈഫിനോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എഴുതി കാണിക്കണം എന്ന് പറഞ്ഞു. और उन्होंने एक अच्छा पेन और एक बुक मेरे हाथ में दिया और कहा अगर तुझे कुछ बात करना है तो पत्नी से आपको लिख के दिखाना സർജറിക്ക് है. മുമ്പായിരുന്നെങ്കിൽ ഞാൻ ഇത് ഈ ബുക്കും പേനും തന്നിരുന്ന ഞാൻ ചെയ്യിപ്പിക്കത്തില്ലായിരുന്നു. अगर सर्जरी से पहले होते तो एक बुक और पेन मेरे हाथ में पहले देते तो मैं सर्जरी करने के लिए नहीं देते था. അപ്പൊ ഞാൻ ഇത് എഴുതിയപ്പോ എന്റെ മനസ്സിൽ ഒരു കാര്യം വന്നു. जैसे ये लिख रहा था मेरे मन के अंदर कोई कुछ बात आया. ഈ എലിസബത്തിനെ പോലെ ആത്മാവിൽ നിറഞ്ഞ് ഇത്രയും കാലം പ്രസംഗിച്ചു, ഇപ്പൊ സക്കറിയാവിനെ പോലെ ഇരുന്ന് എഴുതുക. हालेलुया. जैसे एलिजाबेथ का जैसे मैं आत्मा में बात करता था, अभी जकरिया जैसे मैं बैठ के लिख रहा हूँ. 21 ദിവസം ഒറ്റ വാക്കും സംസാരിക്കാതിരുന്നു. 21 दिन कोई भी एक बात एक शब्द भी बोलने के लिए नहीं हुआ. 21 ദിവസത്തെ മെഡിസിനും ഉണ്ട്. 21 दिन का दवा खा रहा था. 21 ദിവസത്തെ മെഡിസിൻ കഴിഞ്ഞപ്പോൾ എന്നോട് ദൈവാത്മാവ് പറഞ്ഞു ഫാസ്റ്റ് ചെയ്യാൻ. 21 दिन का दवा जैसे खाया, प्रभु आत्मा मुझे कहा उपवास में बैठ. പ്രൈസ് ലോർഡ്. അപ്പൊ ഞാൻ ഉപവസിക്കാൻ തുടങ്ങി. जैसे मैंने उपवास में बैठना शुरू किया. അതുവരെയും ലിക്വിഡ് ഫുഡുകളൊക്കെ കഴിക്കുകയാണ്. പക്ഷേ അന്ന് ദൈവാത്മാവിനോട് പറഞ്ഞ അനുസരിച്ച് ഞാൻ ഫാസ്റ്റിംഗ് തുടങ്ങി. उस दिन तक लिक्विड फूड मैं खाता था, लेकिन उस दिन से जैसे पवित्र आत्मा का अगुवाई मिला वैसे मैं उपवास में बैठा. എന്നോട് പറഞ്ഞു ഇപ്പോഴേ ഉപവസിക്കണ്ട, ശരീരത്തിന്റെ ഹെൽത്ത് ഒക്കെ ഒന്ന് റെഡി ആകട്ടെ. ഞാൻ പറഞ്ഞു അതൊക്കെ ഓക്കെയാ, കർത്താവ് പറയുമ്പോ ഇരുന്നോണം, അന്നേരം ആ ചാർജിങ് നടക്കും. हालेलुया. जैसे लोग मुझे कहा देखो अभी जल्दी फास्टिंग में मत बैठो, थोड़ा शरीर तंदुरुस्त होने दीजिए, उसके बाद में फास्टिंग में बैठेगा बैठो. लेकिन मैंने कहा जैसे प्रभु अगुवाई देते तभी उपवास में बैठना. നമ്മളെ ആളുകൾ കാണുമ്പോൾ പറയോ എന്തോ ഒരു ക്ഷീണമാ. लोग हमें देख के कहेगा देखो कितना कमजोर हो गया. ആമേൻ. ഈ പുറത്തെ കാര്യം പറഞ്ഞ ആളുകൾ ഭയങ്കര സങ്കടപ്പെടാറുണ്ട്. लोग आपका बाहर का सेहत को दिखा के क्या ना देखे कुछ ऐसे बात बोल के संकट बताएगा. ആ ഒരു വർത്താനം നിർത്തിയിട്ട് തമ്മിൽ കാണുമ്പോൾ പറയണം, അകത്തെ മനുഷ്യനെ നോക്കിയിട്ട് നല്ല ക്ഷീണമുണ്ട്, അകത്തല്ലയോ? हाँ, ये बाहर का बातों को देखे नहीं, अंदर का इंसान को देख के बोलना है लग रहा है आपका अंदर का इंसान थोड़ा कमजोर है. നമ്മൾ ബൂസ്റ്റ് എല്ലാം കഴിച്ച് ബീസ്റ്റ് പോലെ ആകുക, അത് മാറ്റണം. हम बूस्ट सब खा के 20 जैसे बन गया, उसको अपना जीवन से हटाना है. അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണം. अंदर का इंसान को हमें ताकतवान बनाना है. പോർമേടുകളിൽ പിടിച്ചു നിൽക്കാൻ ദൈവകൃപ വേണം. जैसे रणभूमि में हालेलुया रहने के लिए आपको परमेश्वर का अनुग्रह का जरूरत है. ആമേൻ. അത് യുദ്ധ മേഖലകളിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ദൈവകൃപ വേണം. आपका रणभूमि में खड़ा होने के लिए आपको प्रभु का अनुग्रह का जरूरत है. लड़ाई की तराई में पक्का खड़ा होना चाहिए तो तंदुरुस्ती चाहिए. യുദ്ധ ഭൂമിയിൽ നിൽക്കുവാനുള്ള ബലം വേണമെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ആരോഗ്യം വേണം. അതുകൊണ്ട് ഉപവാസം ദൈവമക്കളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റണം. इसलिए उपवास परमेश्वर के बच्चों का जीवन का एक हिस्सा बनाना है. ഹല്ലേലൂയ हालेलुया. ഹല്ലേലൂയ हालेलुया. ഉപവസിക്കുന്നവൻ ശക്തനായി മാറും. उपवास करने वाला ताकतवान बनेगा. ഈ വചനം ഭക്ഷിക്കുന്നവൻ ശക്തനായി इस മാറും. वचन को खाने वाला सामर्थ्यशाली बनूंगा. കാരണം എന്റെ കർത്താവ് പറഞ്ഞത് എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. क्योंकि यीशु ने कहा मुझे खाने वाला मुझसे जीवित होने वाला है. എന്റെ വചനം ജീവനും ആത്മാവുമാകുന്നു. मेरा वचन जीवन और आत्मा है. അതുകൊണ്ട് വചന ധ്യാനം ദിനചര്യയാക്കി മാറ്റണം. हाँ, इसलिए वचन को मगन करना हर दिन का एक हालेलुया काम होना चाहिए. കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. हाथ को उठाकर प्रभु को धन्यवाद दीजिए. 2 weeks back ദുബൈയിലുള്ള ചർച്ച് ഓഫ് ഗോഡിന്റെ ജബലാലി ചർച്ചിൽ പ്രസംഗിക്കുക. 2 हफ्ते पहले मैं दुबई में जबलाली चर्च में मैं वचन दे रहा था. യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയെക്കുറിച്ച് പ്രസംഗിച്ചു. यीशु का लहू का सामर्थ के बारे में मैं बात कर रहा വചനത്തിന്റെ ശക്തിയെക്കുറിച്ച് നിരന്തരം 4 ദിവസം था. പ്രസംഗിച്ചു. वचन का सामर्थ के बारे में 4 दिन में लगातार बात किया. 2 കിഡ്നിയും ഫെയിലിയർ ആകുന്നു എന്ന് ഡോക്ടർ വിധി എഴുതിയ പ്രിയപ്പെട്ടവൻ വചനത്തിന്റെ ശക്തിയാൽ 3-ാം ദിവസം സൗഖ്യം പ്രാപിച്ചു. हालेलुया. डॉक्टर ने कहा जिसका किडनी फेल हो रहे उस व्यक्ति वजन का सामर्थ का द्वारा तीसरा दिन पूर्ण तौर से चंगे हो गया. ആ പ്രിയപ്പെട്ടവൻ പറഞ്ഞു എനിക്ക് ഷുഗർ 400 ഇപ്പൊ 4 ദിവസമായി ഞാൻ മെഡിസിൻ എടുത്തിട്ട്. उन्होंने कहा मुझे शुगर डायबिटीज 400 है, लेकिन आज 4 दिन हो गया मैंने मेडिसिन खाया. അവൻ തന്റെ വചനത്തെ അയക്കുമ്പോൾ സൗഖ്യം കൂടെ വരികയാണ്. उन्होंने जब उसको वचन को भेजेगा चंगाई साथ में आने वाला है. അവരെ അവരുടെ കുഴികളിൽ നിന്ന് വലിച്ചു കയറ്റുകയാണ്. उनको उनका गड्ढे से खींच के निकालने वाला है. ഇന്ന് രാത്രിയിലും വചനം കേൾക്കുമ്പോൾ നിന്നെ വലിച്ചു കയറ്റുന്ന ഒരു ആത്മശക്തി. आज रात को भी वचन जब सुनेगा आपको उस गड्ढा से खींच के निकालने वाला एक आत्मा का सामर्थ्य. യേശുവിന്റെ രക്തം ജയം, യേശുവിന്റെ രക്തം ജയം, यीशु का യേശുവിന്റെ लहू രക്തം से ജയം. जय. हालेलुया.
ओ यीशु का लहू से जीत വോക്കൽ സർജറി കഴിഞ്ഞപ്പോൾ जैसे वोकल कॉर्ड का सर्जरी हुआ, റിസൾട്ട് വന്നു. रिजल्ट आ गया. അപ്പൊ റിസൾട്ട് വരുന്നതിന് മുമ്പ് जैसे रिजल्ट आने से पहले ഈ വോക്കൽ കോഡിന്റെ സർജറി കഴിഞ്ഞ ആളുകളുടെ റിസൾട്ട് എല്ലാം വന്ന് കണ്ട് കരഞ്ഞു പോകുന്നത് ഞാൻ കാണുന്നുണ്ട്. जैसे वोकल कॉर्ड का सर्जरी हो गया, सब लोग आके रिजल्ट देख के दुखी होके रो के जा रहे हैं, मैं देख रहा था. മിക്കവർക്കും ക്യാൻസറിന്റെ റിസൾട്ട് വന്ന വളരെ ദുഃഖത്തോടെ പോകുന്ന കണ്ടു. काफी लोगों को ऐसे रिजल्ट आया कैंसर, इसलिए दुखी होके जा रहे थे. പിശാചു എന്നോട് പറഞ്ഞു നിന്റെ വായ അടഞ്ഞു. शैतान भी मुझको कहा तेरा भी जुबान अभी बंद हो गया. ഓ ഇന്ന് രാത്രിയിലും ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം. आज रात को भी आत्मा में मैं कहना चाहता हूँ, സാത്താൻ എത്ര വിധി എഴുതിയാലും शैतान कुछ भी लिखने दीजिए आपका विरुद्ध में. രേഖ തിരുത്തി എഴുതുന്ന ഒരു ദൈവം ഇവിടെ വന്നിട്ടുണ്ട്. आपके ऊपर लिखा हुआ बातों को बदलने वाला एक परमेश्वर आज इधर हाजिर है. യേശുവിന്റെ നാമത്തിൽ यीशु नासरी के नाम में ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കൾ നന്ദിയോടെ സ്തുതിക്കട്ടെ. आज रात को विश्वास करने वाला धन्यवाद दे दीजिए. ഇവിടുത്തെ ഗവൺമെന്റ് 50 100 200 വർഷം വാഴും. इधर का गवर्नमेंट 50 साल 100 साल 200 साल राज करेगा, എന്നാൽ ഒരു രാജ്യവും ആമേൻ യുഗായുഗം വാഴുന്നില്ല. लेकिन कोई भी राज्य युगानुयुग राज करने वाला नहीं है. എന്നാൽ രാജാക്കന്മാരെ വാഴിക്കുകയും നീക്കുകയും ചെയ്യുന്ന ഉന്നതന്മാരുടെ മേൽ ഉരുണ്ടനും അതിന്റെ മീതെയുള്ള ഒരു അത്യുന്നതമായ അഭിഷേകത്തിന്റെ വചനം കേൾക്കുന്ന നീ ഈ രാത്രിയിലും ആത്മാവിൽ ജീവൻ പ്രാപിക്കേണ്ടതിന് അത് കൈക്കൊള്ളട്ടെ. लेकिन राजाओं को रखने वाला और निकालने वाला अत्युन्नत एक राजा राज करने के लिए है. उस राजा का बच्चा तुम आज रात को भी उस आत्मा का भरपूरी के साथ में आराधना कर दीजिए. Thank you Jesus. हालेलुया. Thank you Jesus. ओ शकमनरम Thank you तनरगदल Jesus. दुर्गमनरगदलगदग शांतन Shudalarabahatalaragathuniya. जलपनारम शलखमनरगदलगदग शांतन. ഡോക്ടർ പറഞ്ഞു डॉक्टर कहा ഇനി നീ സംസാരിക്കുമ്പോൾ 6 മാസത്തേക്ക് आज से तुम जब बात करेगा 6 महीने तक 1 മിനിറ്റ് സംസാരിച്ചാൽ 1 മിനിറ്റ് മിണ്ടായിരിക്കണം. 1 मिनट बात करेगा तो 1 मिनट तुझे आराम करना है. എനിക്ക് ഭയങ്കര വേദനയായി. मुझे बहुत दुख हो गया, കാരണം നമ്മുടെ മിനിസ്ട്രി തീർന്നാ പിന്നെ 1 മിനിറ്റ് ഇവിടെ നിൽക്കാൻ പാടില്ലെന്നുള്ള തത്വക്കാരനാണ് ഞാൻ. भाई जैसे मुझे लगता है कि ना अगर अपना सेवकाई खत्म हो गया तो 1 मिनट भी इधर ठहरना नहीं है. സ്തോത്രം. വേല തീർന്നാൽ അന്നേരം വീട്ടിൽ പോകണം. हालेलुया. जैसे सेवकाई खत्म हो गया तो जल्दी घर में जाना है. സ്തോത്രം. പക്വതയും പ്രായവുമുള്ള പ്രാർത്ഥിക്കുന്ന 3 സഹോദരിമാർ എന്നോട് ഒരുമിച്ച് ഇന്ന് മീറ്റിംഗിന് വന്നിട്ടുണ്ട്. जैसे क्या ना हालेलुया उम्र में दौड़ा, हालेलुया परिपक्व बन गया. कुछ बहनों आज मेरे साथ में इधर सेवकाई में आया है. അതിലൊരു സിസ്റ്റർ പറഞ്ഞു ഈ കർത്താവേ ഈ ദൈവത്തിന്റെ ദാസന് ആയുസ് ആരോഗ്യം കൊടുക്കണമേ എന്ന് പാവം പണിയിരുന്ന് പ്രാർത്ഥിച്ചു. उस बहन ने गाड़ी में बैठ के इसे प्रार्थना किया, प्रभु इस परमेश्वर का दास को आयु दे दो. അപ്പോൾ ഞാനിങ്ങനെ ഡോക്ടറുടെ വാർത്ത കേട്ടിട്ട് जैसे डॉक्टर का बात तो मैं सुन के എന്റെ മനസ്സിനകത്ത് വേദന ഉണ്ടായി. मेरे दिल के अंदर बहुत दुख हो എനിക്ക് गया. മനസ്സിലായി मुझे ऐसा लगा ഇത് സാത്താനാ പറയിപ്പിക്കുന്നത്. ये शैतान डॉक्टर का जरिया बात कर रहे हैं. ഹല്ലേലൂയ. आमीन. എവിടെയെല്ലാം നിന്നെ നിർത്തണമെന്ന് സ്വർഗീയ എഴുതി വെച്ചോ ആ ചാർട്ട് കീറാൻ മുട്ടയിലിരിക്കുന്നവനെ ദൈവം അനുവദിക്കത്തില്ല. हालेलुया. जहां भी हल परमेश्वर आपको खड़ा करवाने के लिए पद्धति बनाया, उस जो बातों को हालेलुया तोड़ने के लिए शैतान कोशिश करेगा. अगर तुम घुटने में बैठेगा तो हालेलुया शैतान का उस पद्धतियों नष्ट होने वाला है. जगह जगह प्रभु की वाणी होकर जगह खड़ा होना प्रभु की आत्मा निर्णय किया है. वो रोकने के लिए कभी भी शैतान को प्रभु नहीं लगा. ഹല്ലേലൂയ. എവിടെയൊക്കെ നീ നിൽക്കണമെന്ന് സ്വർഗം ആഗ്രഹിക്കുന്നുവോ അവിടെ നിന്നെ നിർത്താതിരിക്കാൻ സാത്താൻ എന്ത് പദ്ധതി ഒരുക്കിയാലും അത് നടക്കത്തില്ല. Praise the Lord. Praise the Lord. നീ മുഴങ്കാലിൽ ഇരിക്കുന്നവനാണെങ്കിൽ अगर तुम घुटने में बैठने वाले व्यक्ति है तो നീ ആർപ്പിന്റെ ധ്വനി കേട്ടിരിക്കും. तूने जय जयकार का ललकार सुनने वाला है. സന്തോഷത്തോടെ കരങ്ങളെ അടിച്ച് तालियां बजाकर आनंद के साथ में यीशु का लहू से हम जीत ले रहे हो. दुलबम दुनरम शलखमनरगदले. കർത്താവ് എനിക്ക് തന്ന നിയോഗം അനുസരിച്ച് ഞാൻ ഉപവസിക്കാൻ തുടങ്ങി. प्रभु ने दिया हुआ अगुवाई के अनुसार मैं उपवास में बैठना शुरू किया. 21 ദിവസമായി. 21 दिन हो गया. ഓപ്പറേഷൻ കഴിഞ്ഞ് 21 ദിവസം കഴിഞ്ഞിട്ട് ഇരിക്കുക. ऑपरेशन के 21 दिन के बाद में मैं उपवास में बैठा. 21 ദിവസം കഴിഞ്ഞപ്പോൾ ദൈവാത്മാവിനോട് പറഞ്ഞു കേറി മുറിയിൽ കടവടച്ച്
നീ ഒറ്റയ്ക്ക് എന്റെ സന്നിധി വന്നിരിക്കാം. हालेलुया 21 दिन बाद में परमेश्वर का आत्मा मुझे कहा तुम अकेला एक कमरे में आके दरवाजा बंद करके मेरे पास बैठो. आमेन. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവളോട് പറഞ്ഞു, മക്കളെ, ദൈവം എന്നോട് സംസാരിക്കുന്നു. നമ്മൾ ഇത്രയും ദിവസം ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു, ഇനി നീ തനിയെ ഇരുന്ന് പ്രാർത്ഥിക്കണം. ഞാൻ എൻ്റെ മുറിയിൽ കയറി കതവടക്കുക. हालेलुया. जैसे मैंने पत्नी को मैंने कहा आज तक हम साथ में प्रार्थना किया, लेकिन आज प्रभु मुझे कहा अकेला बैठ के प्रार्थना करो, इसलिए तुम अकेला प्रार्थना करो. मैं जा रहा हूँ एक कमरे के अंदर अकेला प्रार्थना करने के लिए. തുടർന്നുള്ള 19 ദിവസം കൂടെ ദൈവം എന്നെ ഇരുത്തി. अगले 19 दिन मैं अकेला प्रभु की उपस्थिति में ആ बैठा. 40 days ഫാസ്റ്റിംഗിൽ ഇരിക്കുമ്പോൾ उस 40 दिन उपवास में जब मैंने बैठा, ഡോക്ടർ ഒരു സർജറി ചെയ്ത് കൂടാതെ डॉक्टर ने एक सर्जरी किया, उसका अलावा കർത്താവിന്റെ തൊണ്ടയ്ക്ക് ഒരു സർജറി കൂടെ ചെയ്തു. प्रभु ने मेरे गला में और एक सर्जरी किया. നഷ്ടപ്പെട്ട എന്റെ ശബ്ദം കുറെ കൂടെ ശക്തിയോടെ തിരിച്ചു വന്നു. मेरा आवाज और बढ़ के वापस आया. ഓ, ഹല്ലേലൂയ. हालेलुया. ഇന്ന് രാത്രി ഞാൻ താഴ്മയോട് വിളിച്ചു പറയട്ടെ, आज बहुत नम्रता के साथ में मैं कहना चाहता हूँ, എല്ലാ നെഗറ്റീവ് എനർജിയെയും ഈ രാത്രി ഈ ഹോളിൽ നിന്ന് ക്യാൻസൽ ചെയ്യുകയാണ്. सारे नकारात्मक हल ऊर्जा को यीशु नासरी के नाम में इधर से निकल जाने का आज्ञा में दे रहा हूं. നിന്റെ മനസ്സിനെ കാർന്നതിൽ നിന്ന് എല്ലാ നിരാശയുടെ ചിന്തകളെ ഈ രാത്രി യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യുകയാണ്. आपका मन के अंदर दबाव डालने वाला हर निराशा का सोच विचारों को यीशु नासरी के नाम में रद्द करके प्रार्थना कर रहा हूं. അവൻ ജാതികളുടെ ആലോചന വ്യർത്ഥമാക്കി വംശങ്ങളുടെ നിരൂപണങ്ങളെ നിഷ്ഫലമാക്കുന്ന ദൈവമാണ്. उन्होंने जातियों का सोचों को षड्यंत्रों को व्यर्थ करने वाला परमेश्वर है. കർത്താവിന്റെ ശബ്ദം തിരിച്ചു വന്നു. प्रभु ने मेरे आवाज को वापस मुझे लौटा के दिया. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. हाथ उठा के प्रभु को धन्यवाद दे दीजिए. എന്റെ ദൈവം വിശ്വസ്തനാണെന്ന് ഒരിക്കൽ ഉറക്കെ എന്ന് പറയാമോ? आवाज उठा के बोलिए ना, मेरा परमेश्वर विश्वास योग्य परमेश्वर है. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, आज रात को मैं आत्मा में कहना चाहता हूँ, നിന്റെ വാതിൽ എത്ര പിശാച് കൊട്ടി അടച്ചാലും तेरा द्वारों को कहीं से भी शैतान बंद करने दीजिए. അമേൻ. ഒന്നാം കാവലും രണ്ടാം കാവലും അവര് കടന്ന് പട്ടണവാതിക്കലെത്തിയപ്പോൾ ഇരുമ്പ് വാതിൽ സ്വതമേ തുറന്നതുപോലെ ഇന്ന് രാത്രി നിന്റെ മുമ്പിൽ ദൈവം ചിലത് തുറക്കും. पहले का द्वार दूसरा द्वार वो पार करके जैसे तीसरा लोहे से बनाया उस जो द्वार में पहुंचा वो अपने आप कैसे खुल गया, वैसे आपके आगे प्रभु ने उस द्वार को खोलने वाला है. രാജാവിന്റെ ആഗ്രഹം നിന്നെ നാളെ കണ്ടിക്കണമെന്നാ. राजा का आशा कल तुझे खत्म करना है. എന്നാൽ രാജാവിന്റെ വാളിന്റെ ഒരു വായ്ത്തലയുള്ള വാളിനേക്കാൾ ഈ മൂർച്ചയുള്ള ഇരുവായ്ത്തലയുള്ള വാൾ ആത്മാവിൽ ഉരുവിട്ടുകൊണ്ട് അപ്പുറത്തൊരു വീട്ടിൽ പ്രാർത്ഥന നടക്കുകയാ. राजा का एक साइड में हल द्वार है, वैसे तलवार से बढ़कर दोधारी तलवार से एक कलीसिया साथ में जब प्रार्थना कर रहे तभी अद्भुत होने वाला है. പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവിൽ വചനം ഉരുവിട്ട് പ്രാർത്ഥിക്കണം. प्रार्थना जब करेगा आत्मा में वचन को दौड़ा के कहे के प्रार्थना करना है. വചനം ഉരുവിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. जब वचन बता के प्रार्थना करेगा, വചനം ഉരുവിട്ട് പ്രാർത്ഥിക്കുമ്പോൾ जब वचन बता के प्रार्थना करेगा, ആ ബ്ലോക്കുകളെല്ലാം वो മാറാനിടയാ. सारे ब्लॉक हट जाएगा. പിശാചിന്റെ ഏറ്റവും വലിയ കൊടിയ തന്ത്രം शैतान का सबसे बड़ा एक युक्त एक षड्यंत्र പ്രാർത്ഥിക്കാൻ സമ്മതിക്കത്തില്ല. आपको प्रार्थना करने के लिए नहीं देगा. പ്രാർത്ഥിക്കാൻ തോന്നുന്ന സമയത്തിന് തൊട്ടു മുമ്പ് പിശാചി നിന്നെ ഏതെങ്കിലും ട്രാപ്പിനകത്താക്കി നിന്നെ ബിസിയാക്കും. प्रार्थना करने के लिए जब आपको लगेगा मन के अंदर, तुरंत शैतान आपको फंसा के कुछ हालेलुया जगह में जाके आपको क्या करेगा, हालेलुया फंसा के रखेगा. വചനം ധ്യാനിക്കാൻ ആത്മാവ് നിന്നെ ഹേമിക്കുന്നുവെന്ന് അറിയുമ്പോൾ जैसे आपका मन के अंदर आशा आएगा वचन को मगन करना है, तभी വേദപുസ്തകം എടുത്തുകൊണ്ട് നമ്മൾ മുട്ടയിലിരിക്കും വായിക്കാൻ. जैसे बाइबल लेके हम घुटने में बैठेगा, അന്നേരം ചുമ്മാ തോന്നും മൊബൈൽ ഒന്ന് എടുക്കാൻ. तभी हमें ऐसे लगेगा मोबाइल में जरा देखेगा. മാന്തി 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 സമയം പോയി കഴിഞ്ഞേച്ച് തനിയെ എഴുന്നേറ്റ് हम इसमें खेल के कहना जैसे समय खत्म हो जाएगा तभी उठ के चला जाएगा. ഉപവസിക്കാൻ പ്രേരിപ്പിക്കുന്ന സമയത്ത് जैसे उपवास करने के लिए प्रेरणा मिलेगा उस समय में, അന്ന് മട്ടൻ കറി തിന്നണമെന്ന് വിചാരിച്ചു തോന്നില്ല. उस समय में मटन करी खाने का आशा शैतान दिल के अंदर डालेगा. ഇന്ന് രാത്രി ഇത് തിരിച്ചറിയണം. ये आपको जानना है, समझना है. ഈ നമ്മുടെ ശരീരത്തിന് വെള്ളവും ആഹാരവും മതി, ഇന്നത് വേണമെന്നില്ല. हाँ, अपने शरीर को पानी और हालेलुया खाने का जरूरत है, यही खाना ही करके जरूरी नहीं നമ്മുടെ है. ദേഹി പറയും ഇന്ന് എനിക്ക്
ജ്യൂസ് തന്നെ വേണം. अपना हल शरीर कहेगा आज मुझे जरूर जूस पीना है. ദാഹിക്കുമ്പോൾ നിങ്ങൾ 1 ലിറ്റർ വെള്ളം കുടിച്ചാൽ പിന്നെ വയറ് പറയും ഇനി വേണ്ട. हल जैसे प्यास लगेगा आप 1 लीटर पानी पियो फिर आपका पेट कहेगा अभी फुल हो गया. സ്തോത്രം. हालेलुया. വിശക്കുമ്പോൾ വയറിന് ആഹാരം എന്തെങ്കിലും മതി. भूख लगेगा पेट के लिए कोई भी खाना ഓ चलेगा. ഇന്ന് മട്ടൻ ബിരിയാണി തന്നെ വേണമെന്ന് ദേഹി പറയും. आपका हल देह कहेगा आज मटन बिरयानी खाना है. ആ 4 रोटी जल्दी खाओ और मटन बिरयानी और नहीं खाएगा. हालेलुया. 4 रोटी കഴിച്ചോ പിന്നെ മട്ടൻ ബിരിയാണി കഴിക്കണ്ട. കാരണം ശരീരത്തിന് വേണ്ടത് കിട്ടിക്കഴിഞ്ഞു. क्योंकि आपके शरीर के लिए जो चाहते हो मिल गया. അകത്തെ മനുഷ്യന് ആഹാരം കൊടുത്തില്ലെങ്കിൽ ആടിയുലയുന്ന വിശ്വാസിയായിരിക്കും. अगर अंदर का इंसान को आप भोजन नहीं दिया तो आप हल डगमगाने वाला विश्वासी बन जाएगा. പരിശുദ്ധാത്മാവ് നോക്കുന്ന നിന്റെ നല്ല സൂപ്പർ ഡ്രസ്സാണോ നല്ല. पवित्र आत्मा ये नहीं देख रहे आप कितना अच्छा खूबसूरत कपड़ा पहना है. വസ്ത്രം വില കുറഞ്ഞതാണെങ്കിലും മാന്യമായ വസ്ത്രം ധരിച്ചുകൊണ്ട് ദൈവാലയത്തിൽ വന്നാൽ ദൈവം നിന്നെ അംഗീകരിക്കും. हल कपड़ा सस्ता होगा लेकिन आपने एक ऐसे हालेलुया आदरणीय वस्त्र पहन के कलीसिया में आएगा तो प्रभु आपको सम्मान दूंगा. അകത്ത് ആരോഗ്യമുണ്ടെങ്കിൽ മാത്രമേ ദേശത്ത് ദൈവമഹത്വം വെളിപ്പെടുകയുള്ളൂ. अंदर तंदुरुस्ती है तो ये देश में प्रभु का महिमा प्रकट होने वाला ഇന്ന് है. രാത്രിയിൽ ഞാൻ താഴ്മയോടെ വിളിച്ചു പറയാം. आज बहुत नम्रता के साथ में मैं कहना चाहता हूँ നിന്റെ മേൽ ഒരു ദൈവകൃപയുണ്ടെങ്കിൽ ഇരുട്ടിലുള്ളവർ വെളിച്ചത്തിൽ വരും. आप में अगर एक परमेश्वर का अनुग्रह है तो जो अंधेरे में बैठा हुआ लोग बाहर आएगा. കരങ്ങളെ ഉയർത്തി ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. हाथ उठा के प्रभु को धन्यवाद दीजिए. കഴിഞ്ഞ ചില നാളുകൾക്ക് മുമ്പ് कुछ दिन पहले കുവൈറ്റിൽ നിന്നൊരു പ്രിയപ്പെട്ടവൾ എന്നെ വിളിച്ചു. क्यूवेट से कोई मुझे ऐसे फोन किया. പാസ്റ്റർ ജി എനിക്ക് ആത്മശക്തിക്കായി ഒന്ന് പ്രാർത്ഥിക്കണം. पास्टर जी मेरे लिए आत्मा का भरपूरी के लिए प्रार्थना ഞാനിങ്ങനെ करो. കടലിനോട് പ്രാർത്ഥിച്ചു. मैंने आंसू बहा के प्रार्थना किया. ശക്തമായ ഒരു നിയോഗം വന്ന മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. बहुत बड़ा एक ऐसे मुझे है एक अगुवाई मिला उस बहन के लिए ആ प्रार्थना करने के लिए. പ്രാർത്ഥനയുടെ ശക്തിയിൽ ദൈവം അവളെ നന്നായി നിറച്ചു. उस प्रार्थना का सामर्थ्य में परमेश्वर ने उसको भर दिया. ആ കുട്ടി ഒരു നേഴ്സാണ്. एक नेस दी. അന്ന് ഡ്യൂട്ടിക്ക് ചെല്ലുമ്പോൾ उस दिन ड्यूटी में गया. ഇൻചാർജിനോട് ദൂത് പറഞ്ഞു. उस ड्यूटी में उस दिन गया उनकी इंचार्ज से वो परमेश्वर का वाणी बताया. പ്രൈസ് ദി ലോർഡ്. വൈകുന്നേരം ആയപ്പോൾ ആ ഇൻചാർജ് പ്രാർത്ഥിക്കാൻ ഈ സഹോദരിയുടെ വീട്ടിൽ വന്നു. हालेलुया. शाम तक इस जो इंचार्ज प्रार्थना करने के लिए इनके घर में पहुंचा. ഇന്ന് രാത്രി ചിലത് പ്രാപിക്കാൻ നിന്റെ അകത്ത് ദാഹമുണ്ടെങ്കിൽ നിറയ്ക്കാൻ എന്റെ ദൈവം ഇവിടെ വന്നിട്ടുണ്ട്. आज रात को अगर प्राप्त करने के लिए आपके दिल के अंदर एक आशा है तो देने वाला परमेश्वर इधर उपस्थित है. ഇന്ന് രാത്രിയിൽ ആത്മാവിന്റെ ശക്തിയാൽ എന്നെ നിറച്ചയക്കണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ. आज रात को भी आत्मा का भरपूरी के साथ में मुझे भर के भेजो वैसे प्रार्थना कर दीजिए. നമ്മുടെ കർത്താവിന് ഒരു പ്രത്യേകതയുണ്ട്. अपने परमेश्वर के लिए एक खासियत है. അവന്റെ വാക്കിന് ശക്തിയുണ്ട്. उनका हालेलुया शब्दों में दम है. അവന്റെ വചനത്തിന് ശക്തിയുണ്ട്. उनका वचन में दम है. അവന്റെ നോട്ടത്തിന് ശക്തിയുണ്ട്. उनका दृष्टि में दम है. കർത്താവ് ഇങ്ങനെ പറഞ്ഞു. प्रभु ने ऐसे कहा എന്നിൽ വിശ്വസിക്കുന്നവർ मुझ में जो विश्वास करेगा ഞാൻ ചെയ്തതിലും അധികം ചെയ്യും. मैंने किया उससे बढ़कर करेगा. അഭിഷേകം ശിഷ്യന്മാരുടെ മേൽ വന്നു കഴിഞ്ഞപ്പോൾ जैसे अभिषेक चेलों के ऊपर आया. അവൻ ശിഷ്യന്മാർ നടന്നു പോകുമ്പോൾ നിഴല് തട്ടിയപ്പോൾ സൗഖ്യം ഉണ്ടായി. जैसे चेलों चल रहे थे जिसका छवि उसके ऊपर गिरा वो भी चंगे हो गया. അവരുടെ കയ്യിലുണ്ടായിരുന്ന റൂമാൽ ഉത്തരിയും രോഗികളുടെ മേൽ ഇട്ടപ്പോൾ അവർ സൗഖ്യം പ്രാപിച്ചു. उनका हाथ में जो रूमाल था वो किसी के ऊपर डाल दिया तो वो भी चंगे हो गया. ഇന്ന് രാത്രിയിലും ദൈവ ശക്തിയാൽ നിറയപ്പെടണം. आज रात को भी परमेश्वर का सामर्थ इधर भरने दीजिए. പിശാച് നിന്റെ മേൽ വെച്ച നുകം അഭിഷേകത്തിന്റെ ശക്തിയാൽ ഈ രാത്രി ഓടിയുകയാണ്. शैतान तेरे ऊपर रखा हुआ जुवावम अभिषेक का ताकत से आज रात को टूटने दीजिए. വിളിയാനുള്ള ആശ ഈ രാത്രി തിരിച്ചറിയട്ടെ. हालेलुया. जो आपका बुलावट का आशा क्या है आज पहचान लीजिए. പരിശുദ്ധാത്മാവിന്റെ ശക്തി ചിലരിൽ ഇറങ്ങുകയാണ്. पवित्र आत्मा का सामर्थ्य कुछ लोगों के ऊपर आ रहे. We praise you, Lord. हम आपको आराधना कर रहे We praise you, Lord. Oh, we worship Praise you. you, Lord. Receive Oh. in Jesus' name. Hallelujah. യേശുവിന്റെ നാമത്തിൽ यीशु नासरी के नाम में इधर आपका सामर्थ्य ढेलने दीजिए प्रभु जी. दलकनारम शलकमन रगदल. തിരുവചന വെളിച്ചത്തിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ നാം പഠിക്കണം. परमेश्वर का वचन का हालेलुया आधार में परमेश्वर का आत्मा का कामों के बारे में हमें सीखना है. ആമേൻ. ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായം उत्पत्ति के किताब पहले अध्याय में 1 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ 1 से लेकर आगे पढ़ेगा.
आमीन। आदि में प्रभु ने आकाश और पृथ्वी को रचाया। ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. താഴോട്ട് വായിക്കുമ്പോൾ और नीचे की तरफ पड़ेगा ഭൂമി പാഴായും हालेलुया धरती बेटोल था, ശൂന്യമായുമിരുന്നു. सुनसान था. ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു. हालेलुया गहराई के ऊपर अंधेरा भरा हुआ था. അവിടെ കാണുന്നു उधर हम देख सकते हैं പാഴിന്റെ അനുഭവങ്ങൾ, हालेलुया सुनसान हो गई अवस्था, ശൂന്യതയുടെ അനുഭവങ്ങൾ, पेट्रोल बन की अवस्था, ഇരുളിന്റെ അനുഭവങ്ങൾ. अंधकार का अनुभव. നമുക്ക് ദൈവത്തിന് നമ്മളിലുള്ള പ്ലാനുകളെ കുറിച്ചുള്ള പ്രൊപ്പസി കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. अपने बारे में प्रभु का पद्धति के बारे में जब हम भविष्यवाणी सुनेगा हम बहुत आनंदित हो जाते हैं. ഇസ്രായേൽ മക്കളോട് ദൈവം മെസ്സേജ് കൊടുക്കുമ്പോൾ പറഞ്ഞു, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നു. इस्राएल का लोगों को जब प्रभु ने वाणी दिया तभी कहा दूध और मधु बहने वाला देश में तुझे लेके जाने वाला है. കാരണം അവർ കയ്പിൽ കിടന്ന് 400 വർഷമായി സ്ട്രഗിൾ അനുഭവിക്കുക. क्योंकि 400 साल वो लोग कड़वापन में हालेलुया संघर्ष उठा रहे था. അതുകൊണ്ട് അവർക്ക് കിട്ടിയ മെസ്സേജ് ബിറ്റർ എന്നുള്ള ആ ഒരു അനുഭവത്തിൽ നിന്ന് സ്വീറ്റ് എന്ന് പറയുന്ന ഒരു മെസ്സേജ് ആയിരുന്നു. इसलिए उनको जो दिया वाणी में कड़वापन का जगह में मधुर का अनुभव देगा वैसे एक संदेश था. അവിടെ മിൽമ പ്ലാന്റും ഹണി പ്ലാന്റും ഉണ്ടെന്നല്ല ഇതിനർത്ഥം. इसका मतलब ये नहीं है उधर मिल्मा का प्लांट है और मधु का कोई बहुत बड़ा फैक्ट्री लगा है. ആ ദേശത്തിന്റെ സമൃദ്ധിയെ കാണിക്കുക. उस देश का हालेलुया हालेलुया समर्थी को वो दिखाते. അതുകൊണ്ട് അവർക്ക് പുറപ്പെടേണ്ടതിന് ദൈവം അവരോട് സംസാരിച്ചു. इसलिए उनको उधर से निकलने के बारे में प्रभु ने उनसे बात किया. എന്നാൽ മിസ്രൈം മുതൽ കനാൻ വരെ എത്തുന്നതിന് മുമ്പ് അനേകം പ്രതിസന്ധികളിലൂടെ കടന്നുപോയി. എന്നാൽ ഒരു പ്രതിസന്ധിയും അവരെ തൊടാൻ ദൈവം സമ്മതിച്ചില്ല. लेकिन मिस्र से लेकर कनान तक पहुंचने तक काफी जीवन में काफी घटनाओं में आया, उनमें से कोई भी घटना उसको छूने के लिए प्रभु इजाजत दिया नहीं. അവരുടെ കാല് വീങ്ങിയില്ല, उनका पैरों में कोई तकलीफ आया അവരുടെ नहीं, വസ്ത്രം പഴകിയില്ല. उनका कपड़ा चुना हुआ नहीं. 40 വർഷം ആഹാരം കൊടുത്തത് ഈജിപ്ഷ്യൻ ഗവൺമെന്റ് അല്ല, സ്വർഗീയ ഗവൺമെന്റ്. 40 साल उनको खाना खिलाया ना मिस्र का गवर्नमेंट, लेकिन स्वर्ग का गवर्नमेंट उसको खिलाया. If God called you, He will guide you, He will provide you, He will lead you. अगर परमेश्वर ने आपको बुलाया, आपके लिए प्रबंध करने वाला, आपको अगुवाई करने वाला परमेश्वर आपको चलाएगा. Not only 1 week, neither a month or not 1 year till you reach the destination. एक महीना नहीं, एक साल नहीं, आप लक्ष्य तक पहुंचने तक आपको चलाने वाला परमेश्वर. Oh, hallelujah. Hallelujah. അതെ, ഏത് ഗവൺമെന്റ് ആണ് 40 ലക്ഷം ഇസ്രായേൽ ജനത്തിന് സെൻട്രൽ എസി കൊടുത്തത്? कौन सा गवर्नमेंट 40 लाख इसराइल का लोगों को सेंट्रल एसी दे सकते हैं? ഹലോ, हालेलुया ആമേൻ. आमेन. പകൽ മേഘസ്തംഭം, हालेलुया दिन को बादल का खंभा, हमें രാത്രി അത് കളർ മാറിയിട്ട് തീയായി വരുന്നു. रात को उसका रंग बदलेगा और वो अग्नि का खंभा बन ഇന്ന് जाएगा. രാത്രി ഞാൻ ഒരു ദൂത് വിളിച്ചു പറയാം. आज रात को मैंने एक संदेश कहना चाहता हूँ. കർത്താവിന്റെ ശബ്ദം കേട്ട് ഈ തിരുവചനം അനുസരിച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് കർത്താവിന് വേണ്ടി ജീവിപ്പാൻ ഈ മരുഭൂമിയിൽ നിന്റെ കാലെടുത്ത് വെക്കാൻ നീ തീരുമാനിച്ചെങ്കിൽ നീ അറിയാതെ നിന്റെ മേൽ കത്തുന്ന ഒരു സ്വർഗീയ അഗ്നിയുണ്ട്. अगर प्रभु का वचन को पालना करने के लिए निर्णय लेके उद्धार पाके बपतिस्मा लेके अभिषेक पाके तुम आगे कदम रखने के लिए तैयार हुआ तो तेरा ऊपर जलने वाला एक अग्नि का खंभा उस दिन से प्रकट होने वाला है. വചനത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. वचन में ऐसे लिखा है. Praise the Lord. हालेलुया. മരുഭൂമിയിൽ എന്റെ ആത്മാവ് അവരെ തഞ്ചുമാറാക്കി. मरुभूमि में मेरा आत्मा उनको चलाया. ആമേൻ. തഞ്ചുമാറാക്കി means comforted. അവരെ ആശ്വസിപ്പിച്ചു, അവരെ തലോടി. मरुभूमि में उसको तसल्ली दिया. इसका मतलब ആരും കൂടെ ഇല്ലെങ്കിലും അഭിഷേകം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നീ വിജയിച്ചു. कोई भी तेरे साथ में नहीं है तो भी अगर अभिषेक तेरे साथ में है तो तुम जीतने वाला है. ഇവിടെ വചനത്തിൽ നമ്മൾ വായിക്കുന്നു, इस वचन में हम ऐसे पढ़ सकते हैं. ആമേൻ, പാഴായിരിക്കുന്ന ഒരു അനുഭവം, हाल बेटोल हो गया अवस्था, ശൂന്യമായിരിക്കുന്ന ഒരു शून्य അനുഭവം, बन के अवस्था, ഇരുളായിരിക്കുന്ന അനുഭവം. अंधेरा बन के अवस्था ഓ, സൃഷ്ടിച്ചു എന്ന് എഴുതിയിട്ട് बनाया करके लिखा അത് है. ഫോംലെസ് ആയിരിക്കുന്നു, उसमें रूप नहीं था അത് करके लिखा है. shapeless ആയിരിക്കുന്നു, उसमें शेप नहीं था, അത് ഡാർക്ക്നെസ് ആയിരിക്കുന്നു. अंधेरा भरा हुआ था. എന്നാൽ ഈ 3 വേർഡിന്റെ താഴെ എഴുതിയിരിക്കുന്നു, लेकिन इन तीनों शब्द का नीचे क्या लिखा है? എന്റെ കണ്ണിന്റെ മുമ്പിൽ ഇത് പാഴിവായി പോയി.
हाल मेरे आंखों के सामने ये बेटोल बन गया, എന്റെ കണ്ണിന്റെ മുമ്പിൽ ഇത് ശൂന്യമായി പോയി. मेरे आंखों के सामने सुनसान बन गया, എന്റെ കണ്ണിന്റെ മുമ്പിൽ ഇത് ഇരുളാണ്. मेरे आंखों के नीचे वो अंधेरा बन गया. എന്നാൽ പരിശുദ്ധാത്മാവ് ഇതിന്റെ മീതെ പരിവർത്തിക്കുന്നു. लेकिन पवित्र आत्मा इसके ऊपर मंडरा रहेगा. आमीन. എന്തിനാണ് ഇത് പരിവർത്തിക്കുന്നത്? क्यों पवित्र आत्मा इसके ऊपर मंडरा रहे? പാഴുമാറ്റാൻ, हालेलुया. जो बेटोल अवस्था को बदलने के लिए, ശൂന്യത മാറ്റാൻ, शून्यता को बदलने के लिए, ഇരുള് മാറ്റാൻ, अंधेरे को बदलने के അമ്മ लिए. ഇന്ന് രാത്രി എന്നെ ശ്രദ്ധിക്കുന്നവരോട് പരിശുദ്ധാത്മാ आज പറയുകയാണ്, रात को मुझे सुनने वालों को पवित्र आत्मा कह रहा हूं, നിന്റെ വീട്ടിനകത്തെ ശൂന്യത മാറണമോ? तेरे घर के भीतर जो शून्यता है उसको प्रभु बदलेगा. ഇന്ന് രാത്രി നീ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു പൊക്കോ. आज रात को पवित्र आत्मा को पाके जाओ. ഹല്ലേലൂയ. हालेलुया. അമ്മ ഇരുട്ടിനോട് ഫൽസിച്ചാൽ ഇരുള് പോകത്തില്ല. अंधेरे को डांट के अंधेरा निकल जाएगा नहीं. അമ്മ ഇരുട്ടിനെ ഫൽസിച്ചാൽ അത് പോകത്തില്ല. अंधेरे को तो डांटेगा तो वो निकलेगा नहीं. എന്നാൽ നീ കത്താമെങ്കിൽ ഇരുള് പൊക്കോളൂ. हाँ, लेकिन तुम जब चलना शुरू करेगा अंधेरा अपने आप Oh, बाहर चला जाएगा. ഹല്ലേലൂയ. हालेलुया. ഹല്ലേലൂയ. हालेलुया. കരിന്തിരിയായിരിക്കാനല്ല, ദൈവത്തിന് വേണ്ടി കത്താൻ തയ്യാറാകട്ടെ. हल टिमटिमा के रहना नहीं है, परमेश्वर के लिए हालेलुया आपको जलना है. ഇന്ന് രാത്രി കേൾക്കുന്നവരെ കൂടാതെ വരും ദിവസങ്ങളിൽ ഇതിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ ആ കേൾക്കാൻ പോകുന്നവരോട് പരിശുദ്ധാത്മാവ് പറയുക, अगले कोई दिन में इस वीडियो देखने वाला लोगों को भी प्रभु का आत्मा यूं कह रहे, നീ മെസ്സേജ് കേട്ടിട്ട് ദൈവത്തിനെ മുട്ടുകുത്തി കര. इस मैसेज सुन के तुम घुटना टेको. ഒരു ആത്മീയന്റെ ബലം എന്ന് പറയുന്ന സ്വർഗത്തിൽ നിന്ന് കിട്ടിയ അഭിഷേകമാണ്. एक आत्मिक व्यक्ति का बल स्वर्ग से पाया अभिषेक है. അഭിഷേകം പ്രാപിക്കുന്നവൻ വചനത്തിന് വേണ്ടി ദാഹിക്കും. अभिषेक पाया वो व्यक्ति वचन के लिए भूखा होने वाला है. അഭിഷേകം പ്രാപിച്ചവൻ ആത്മഭാരമുള്ളവനായിരിക്കും. अभिषेक पाया वो व्यक्ति आत्माओं के बारे में बोझ रखने वाले व्यक्ति है. അഭിഷേകം പ്രാപിച്ചവൻ കൂട്ടായ്മയ്ക്ക് വിളിക്കണ്ട, അവൻ കൂട്ടായ്മ ഉണ്ടെങ്കിൽ ഓടിച്ചെല്ലും. अभिषेक पाए व्यक्ति को सभा में बुलाने का जरूरत नहीं है, वो अपने भाग के आएगा. അഭിഷേകം പ്രാപിച്ചവൻ ശുശ്രൂഷകന്മാർക്ക് കീഴ്പ്പെട്ടിരിക്കും. अभिषेक पाए व्यक्ति सेवकों का नीचे हालेलुया वो अधीन में रहेगा. ആമേൻ. അഭിഷേകം പ്രാപിച്ചവൻ ഐക്യത ഉണ്ടായിരിക്കും. अभिषेक पाए व्यक्तियों का बीच में एकता होते हैं. അഭിഷേകം പ്രാപിച്ചവന് സ്ഥാനമോഹം വരത്തില്ല. अभिषेक पाए व्यक्ति को कोई पोजीशन के लिए हल कोई इच्छा नहीं रहेगा. അഭിഷേകം പ്രാപിച്ച ആമേൻ ആ ഏലിയാവിന്റെ ആത്മാവിന്റെ ശക്തിയോടെ മരുഭൂമിയിൽ വിളിച്ചു പറഞ്ഞ യോഹന്നാന്റെ പേരുള്ള ക്യാരക്ടർ എന്താണ്? അവൻ വളരണം, ഞാനോ കുറയണം. अभिषेक पाए हुआ एलिया का उसी आत्मा के साथ में मरुभूमि में सेवा किया. यूहन्ना ने क्या कहा? मैं घटने दीजिए, वो बटने दीजिए. അഭിഷേക് जिसने पाया वो कदापि ठीक नहीं मारेगा. അല്ല, അഭിഷേകം പ്രാപിച്ചവൻ വീമ്പടിക്കത്തില്ലെന്ന്. हमें जिसने पवित्र आत्मा पाया है वो नम्र जिंदगी बिताएगा. ഹല്ലേലൂയ. പവിത്രാത്മാവിനെ പ്രാപിച്ചവൻ എളിമയോട് ജീവിക്കും. हमें जिसने पवित्र आत्मा पाया है उनके हृदय में कदापि घमंड नहीं होगा. ഹല്ലേലൂയ. പവിത്രാത്മാവ് പ്രാപിച്ചവന്റെ ഹൃദയത്തിനകത്ത് ഹല്ലേലൂയ ഒരിക്കലും അഹങ്കാരം ഉണ്ടാകത്തില്ല. यीशु ने जैसे नम्र जिंदगी बिताया वही पीछे होने के लिए प्रभु ने हमें बुलाया है. യേശു എങ്ങനെയാണോ ഹല്ലേലൂയ എളിമയോട് ജീവിച്ചത് അങ്ങനെ ജീവിക്കുവാനാണ് കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. हाथ उठा के प्रभु को धन्यवाद दीजिए. പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരുന്നു. पवित्र आत्मा उनके ऊपर उस जगह में मंडरा There रहेगा. is a non-stop power that is called the mighty power in the blood of Jesus and the power of the Holy Spirit. ऐसे बिना रुकावट आने वाला एक सामर्थ्य यीशु के लहू में और पवित्र आत्मा में जो सामर्थ्य. Amen. हालेलुया. ഒരു ദൈവവേദന വിജയം യേശു ക്രിസ്തുവിന്റെ രക്തം, അവന്റെ വചനം, അവന്റെ അഭിഷേകം. एक परमेश्वर का बच्चा का जीत है यीशु का लहू, उसका वचन और उसका अभिषेक. हालेलुया. थैंक यू होली स्पिरिट. ചില സമയത്ത് നമ്മുടെ ട്രാജഡി കണ്ടിട്ട് പലർക്കും അതൊരു കോമഡിയാവും. कुछ समय में अपना जो बुरे हालात देखे कुछ लोगों को वो एक कॉमेडी लगेगा. നിന്റെ ലൈഫ് ട്രാജഡി ആയെങ്കിൽ സ്തോത്രം ചെയ്തോണം. आपका जीवन में ऐसे कोई बुरे हालात आया तो आप धन्यवाद देना शुरू करो. ചീപ്പിക്കളയുന്ന മുടി എത്ര പേര് എണ്ണി കളയുന്നുണ്ട്? आपका हालेलुया सिर से जो गिरने वाला बाल को कितने लोग गिन के फेंकते. അങ്ങനെ ആരും ചെയ്യുന്നില്ല. ऐसे कोई करता नहीं है. പക്ഷേ लेकिन എന്റെ തലമുടി ചീപ്പുമ്പോൾ जैसे मेरा हालेलुया
बालकों में कंका मारेगा. ഒരു മുടി വീണാൽ, एक बाल अगर टूट गया तो എനിക്ക് വേണ്ടി അക്കൗണ്ട് എഴുതുന്ന ദൂതൻ പറയും, मेरे लिए जो इशार रखने वाला दूत कहेगा, ഈ സൈഡിൽ നിന്ന് 103ാമത്തെ മുടി ഇപ്പൊ ഷാജിയുടെ പിഴിഞ്ഞ് താഴെ വീണു. शादी का इधर से 103 नंबर बाल अभी टूट गया है. आपका मुख देखने में पास्टर झूठ मारता लगता है. നിങ്ങളുടെ മുഖം കണ്ട അവർക്ക് പാസ്റ്റർ എന്തോ കള്ളം പറയുകയാണെന്ന്. प्रभु ने ऐसे कहा है, വചനം കർത്താവ് അങ്ങനെ പറഞ്ഞിരിക്കുന്നു. तेरे सिर के सारे बालों गिने हुए हैं. ഹല്ലേലൂയ. നിങ്ങളുടെ ഓരോ മുടിയും എണ്ണിയിരിക്കുന്നു എന്ന് വചനം പറയുന്നു. So the cheap ഹല്ലേലൂയ. thing ആണ് മുടി. ഏറ്റവും ഹല്ലേലൂയ सबसे हल्ल चीप चीज है आपका बाल. हालेलुया. सस्ता. दुनिया में सारे लोगों एकदम चीप थिंग है बाल. ലോകത്തിലെ ഏറ്റവും വില കുറഞ്ഞതാണ് നിങ്ങളുടെ മുടി. But my Jesus so serious about the hair of the godly people. लेकिन परमेश्वर का बच्चा का बाल का बारे में भी प्रभु बहुत सीरियस है. If our God is so serious about our hair, अगर परमेश्वर ने आपका बाल का बारे में इतना सीरियस है तो हेलो ഒരു തലമുടിക്ക് വരെ, ഒരു ദൈവബദലിന്റെ തലമുടിക്ക് വരെ ഇത്രയും എന്റെ ദൈവം സീരിയസ് ആണെങ്കിൽ, अगर परमेश्वर ने आपका बाल को भी इतना कीमत देते तो നിന്റെ ഏറ്റവും വിശിഷ്ട കാര്യത്തിനും അവൻ സീരിയസ്. आपका सब कुछ सभी बातों में प्रभु बहुत बड़ा हालेलुया हालेलुया भाव देते, वजन देते. വചനം പറയുന്നു, वजन यो कहते ഞാൻ ഇരിക്കുന്നതും जैसे मैं खड़ा ഞാൻ എഴുന്നേൽക്കുന്നതും मैं बैठाए मैं उठाए നീ അറിയുന്നു. सब कुछ जानने वाला परमेश्वर എന്റെ നിരൂപണം मेरे सोच विचारों को ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു. दूर से जानने वाला परमेश्वर. ഞാൻ ഇരിക്കുന്നത് मैं जैसे बैठाए നഥനയേൽ അടുക്ക വന്നപ്പോൾ ഇതാ സാക്ഷാൽ ഇസ്രായേലിന് ഇവനിൽ കപടമില്ല എന്ന് ടെസ്റ്റിമണി യേശു പറയുന്നു. जैसे नथनएल ने आया, यीशु उनको देख के कहा ये साक्षात इस्राएली है, उसमें कोई कपट नहीं. ആദ്യം കാണുന്നവന്റെ പേര് വിളിച്ചപ്പോൾ നഥനയേൽ ആശ്ചര്യപ്പെട്ടു, ഗുരു നീ എന്നെ എങ്ങനെ അറിയുന്നു? जैसे पहले मिला व्यक्ति का नाम पुकारा तो नथनएल एकदम आश्चर्यचकित हो गया और पूछा आप मुझे कैसे जानते? യേശു പറയാ, यीशु ने ऐसे कहा നീ അത്തിയുടെ കീഴിൽ ഇരിക്കുന്നതിന് മുമ്പേ അറിഞ്ഞു. तूने जब अंजीर का वृक्ष का नीचे बैठा था उससे पहले मैं तुझे जानता है. आमीन. ഇന്ന് നിങ്ങൾ എവിടെയൊക്കെ ഇരുന്ന് അവൻ കണ്ടെന്നേ. आप जहां भी बैठने दीजिए, प्रभु का नजरों आपको देखा है. नहीं जी, आज जगह जगह बैठा है ओ प्रभु बराबर देखिए. हालेलुया. നിങ്ങൾ എവിടെ ഇരുന്നാലും കർത്താവ് അത് കണ്ടിരിക്കുന്നു. എവിടെയൊക്കെ ഇരുന്നോ അതെല്ലാം ദൈവം കണ്ടു. जहां जहां मैं बैठे प्रभु ने वो देखा है. हालेलुया. കാട്ടത്തിയുടെ മുകളിൽ ഇരിക്കുന്ന സക്കായിയുടെ ആ വൃക്ഷത്തിന്റെ കീഴിൽ വന്നിട്ട് നേരെ വിളിച്ചു, സക്കായിയെ വേഗം ഇറങ്ങി വാ. उस जंगली अंजीर के ऊपर बैठा था जकाई को प्रभु ने नीचे की तरफ बुलाया. നമ്മുടെ ഐഡി കാർഡ് വല്ലതും യേശുവിനെ കണ്ടിട്ട് ദൂത് പറയണ്ട. अपने आईडी कार्ड देख के यीशु को वाणी देने का जरूरत नहीं है. കാരണം മെനഞ്ഞവന്റെ വചനമായി കേൾക്കുന്നത്. क्योंकि आपको बनाया परमेश्वर का वचन आप सुन रहे. Praise the Lord. हालेलुया. ചില ആളുകൾ പറയാറുണ്ട്, कुछ लोग ऐसे कहते ഈ ദൈവം എല്ലാരോടും എങ്ങനെ സംസാരിക്കുന്നു? परमेश्वर सबसे ऐसे क्यों बात करते? ഈ ഭൂമിയിൽ എത്ര കോടിക്കണക്കിന് ആളുകളുണ്ട്, ദൈവം എങ്ങനെ എല്ലാരോടും സംസാരിക്കുന്നത്? इधर करोड़ों लोग है, कैसे परमेश्वर सबसे बात कर सकते? നല്ല ചോദ്യമാ. एक अच्छा सवाल है. നിസാര ഉത്തരം. हल एक 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 एकदम सरल उत्तर. ഏത് കമ്പനിയുടെ സിമ്മാ നിന്റെ കയ്യിലുള്ളത്? कौन सा कंपनी का सिम कार्ड आपके पास है? ആ സിം നീ ആക്ടിവേറ്റ് ആക്കി ആ ടവറിൽ നിന്ന് ഒരു കണക്ഷൻ കിട്ടും. उस सिम अगर आपने एक्टिवेट किया तो उस टावर में से एक कनेक्शन मिलेगा. 600 കോടി ആളുണ്ടെങ്കിലും അതിന്റെ കട്ട ഫുള്ള് കിട്ടും. हल 600 करोड़ लोग है तो भी उसके अंदर जो सिग्नल बराबर मिलेगा. ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കിയവന്റെ സിഗ്നൽ അവനെ കൈക്കൊണ്ടവരുടെ ഉള്ളിലുണ്ട്. इस दुनिया को ब्रह्मांड को बनाने वाला उसका हर सिग्नल उनका बच्चों के अंदर रहते. हालेलुया. കർത്താവിന്റെ അടുക്കൽ യോഗത്തിന് ആളുകൾ വന്നു. प्रभु के पास जैसे सभा में लोग आया, പക്ഷേ അവര്
പ്രസംഗം കേട്ടപ്പോ വീട്ടിൽ പോകാൻ തോന്നിയില്ല, 3 ദിവസം അവിടെ ഇരുന്ന് കളഞ്ഞു. उनको क्या ना जैसे वचन सुन के घर में जाने के लिए लगा नहीं, 3 दिन उधर ही बैठा. ചിലരുടെ അടുക്കെ ഇരുന്നാൽ പെട്ടെന്ന് എഴുന്നേറ്റ് പോകാൻ തോന്നും. कुछ लोगों के पास अगर बैठेगा तो जल्दी उठ के जाने के लिए आपको लगेगा. പക്ഷെ നമ്മുടെ കർത്താവിന്റെ അരികെ ഇരുന്നാൽ പത്രോസ് പറയുന്ന പോലെ ഇവിടെ ഇരിക്കുന്നത് നല്ലതെന്ന് പറയും. जैसे प्रभु के उपस्थिति में बैठेगा तो जैसे पत्रुस ने कहा ऐसे कहेगा हम इधर रहना अच्छा बात. മായമില്ലാത്ത ദൈവവചനം എവിടെ വീഴുന്നു അവിടെ ആളുകൾ ഇരുന്ന് കേൾക്കും. खरे परमेश्वर का वचन जहां भी बताते उधर लोग बैठ के सुनते रहेगा. എന്തുകൊണ്ട്? क्योंकि ആമേൻ. ആമോസ് 8:11 പറയുന്നു. क्योंकि आमोस का 8 का हालेलुया 11 कहते. ആമേൻ. അപ്പത്തിനായിട്ടുള്ള വിശപ്പല്ല, ये रोटी के लिए भूख नहीं है, വെള്ളത്തിനായിട്ടുള്ള ദാഹവുമല്ല, पानी के लिए प्यासा नहीं है, യഹോവയുടെ വചനങ്ങളെ കേൾക്കേണ്ടതിനുള്ള വിശപ്പ്, यहोवा का वचन सुनने का हालेलुया भूख. ആ ദേശത്ത് അയക്കുന്ന നാൾ വരുന്നു. उस देश में भेजने वाला समय आ चुका है. ഇന്ന് രാത്രി നിങ്ങൾ വചനം കേൾക്കുമ്പോൾ ആ വിശപ്പ് ദൈവം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് അയച്ചത് കൊണ്ട് നിങ്ങൾ എല്ലാവരും ദൈവത്തിന് വിലപ്പെട്ടത്. മോനെ, ഡോണ്ട് കട്ട് ഇറ്റ്. हालेलुया. ദൈവത്തിന് നിങ്ങൾ വിലപ്പെട്ടവരാണ്. परमेश्वर के लिए आप बहुमूल्य है. ആമേൻ. കാരണം ആ വിശപ്പ് നമ്മുടെ ഉള്ളിൽ ദൈവം അയച്ചത് കൊണ്ടാണ് ആ വചനം കേൾക്കാനുള്ള ദാഹം क्योंकि നമുക്കുണ്ടാകുന്നത്. उस जो भूख परमेश्वर ने आपके अंदर दिया, इसलिए आपको वचन सुनने का भूख लगते है. കരങ്ങളെ ഉയർത്തി കർത്താവ് നന്ദി പറഞ്ഞാട്ടെ. हाथ को उठा के प्रभु को धन्यवाद दीजिए. കർത്താവ് പറഞ്ഞു, प्रभु ने ऐसे कहा ദാഹിക്കുന്നവന്റെ അടുക്ക വരട്ടെ. जो प्यासा है मेरे पास आने दीजिए. ഒരിക്കൽ ആൻഡമാൻസിൽ വെച്ച് एक बार अंडमान में ഒരു ബ്രദറൻ വിശ്വാസിയുടെ വീട്ടിൽ ഞാൻ ഇങ്ങനെ കണ്ടിന്യൂസ് ദൈവം അയച്ചു പോകാൻ തുടങ്ങി. एक ब्रदर कलीसिया में जाते एक विश्वास के घर में जैसे परमेश्वर ने मुझे अगुवाई दिया, इसलिए बार बार मैं जाना लगा. അദ്ദേഹം ആക്ച്വലി ബ്രദറൻ ബിലീവർ ആണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അദ്ദേഹം മാർത്തമായിൽ പൊക്കൊണ്ടിരിക്കുന്നത്. जैसे मुझे जानता नहीं था वो ब्रदर कलीसिया का बिलीवर है, क्योंकि वो मार्तमा कलीसिया में जाता ഞാൻ था. എപ്പോ ചെന്നാലും പരിശുദ്ധാത്മാവിനെതിരെയുള്ള തർക്കമാണ്. कभी भी मैं उधर जाते हो हमेशा पवित्र आत्मा का विरुद्ध में तर्क वितर्क करने वाला था. അപ്പോൾ 1 കൊരിന്തി 14 അധ്യായത്തിൽ നിന്ന് ഞാൻ അവരോട് സംസാരിക്കാൻ തുടങ്ങി. इसलिए मैं पहले कोरिन्थियों 14 अध्याय से उनसे बात करना शुरू किया. അദ്ദേഹത്തിന്റെ സംശയം അന്യഭാഷയെ കുറിച്ചാണ്. उनका पूरा शंका डाउट अन्य भाषा का बारे ഞാൻ में था. പറഞ്ഞു, അന്യഭാഷ കിട്ടാൻ ആർക്കു വേണ്ടി പ്രാർത്ഥിക്കണ്ട, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ പ്രാർത്ഥിച്ചാൽ മതി. मैंने कहा अन्य भाषा पाने के लिए प्रार्थना मत करो, पवित्र आत्मा पाने के लिए प्रार्थना करो. അഭിഷേകം വരുമ്പോൾ അതിന്റെ അകത്തുള്ള പാക്കേജ് ഇത് മുഴുവൻ. अभिषेक जब आएगा बाकी सब कुछ उनके साथ में आने वाला पैकेज है. Say hallelujah. हालेलुया कहो. ആമേൻ. 2-ാം അധ്യായ അപ്പോസ്തല പ്രവൃത്തിയിൽ അത് കാണുന്നു. दूसरा अध्याय अपोस्तल प्रेरितों का किताब में हम देख सकते हैं. 8-ാം അധ്യായത്തിൽ അത് കാണുന്നു. 8वां अध्याय में हम देख सकते 10-ാം हैं. അധ്യായത്തിൽ അത് കാണുന്നു. 10वां अध्याय में हम देख सकते हैं. 19-ാം അധ്യായത്തിൽ അത് 19वां കാണുന്നു. अध्याय में हम देख सकते हैं. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, तभी मैंने उनसे कहा 1 മുതലുള്ള ഭാഗം വായിക്കാൻ പറഞ്ഞു. पहले आयत से पढ़ लीजिए. 2-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, दूसरा आयत में इसे लिखा है ആമേൻ, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ अन्य भाषा में जो बात करते हैं മനുഷ്യനോടല്ല, मनुष्य से इंसान से नहीं ദൈവത്തോട് സംസാരിക്കും. परमेश्वर से बात कर रहे हो. പോലീസുകാരെ വിളിക്കുന്നത് കോഡ് നമ്പർ വെച്ചാ, പേര് വെച്ചല്ല. हालेलुया. पुलिस वाला को कोड नंबर से पुकारते, नाम से नहीं. ആമേൻ. വെബ്സൈറ്റ് ഉണ്ടാക്കുമ്പോൾ അതിനെല്ലാം കോഡ് വേഴ്സസ് ഉണ്ട്. वेबसाइट जब बनाते उस सब वेबसाइट के अंदर कोड होते हैं. ഓരോ പ്രൊഫഷനിലും അതിനുള്ളതായ മെഡിക്കൽ കോഡുകളുണ്ട്. हर प्रोफेशन में उसका कुछ ना तो कुछ कोड रहते हैं. ഇതുപോലെ ऐसे ही ദൈവത്തോട് സംസാരിക്കാൻ വീണ്ടും ജനനം പ്രാപിച്ച ഒരു ദൈവ പൈതലിന് ദൈവം കൊടുത്തിരിക്കുന്ന സീക്രട്ട് കമ്മ്യൂണിക്കേഷൻ കോഡാണ് അന്യഭാഷ. ऐसे ही परमेश्वर से बात करने के लिए उनको बच्चों को दिया हुआ सीक्रेट कम्युनिकेशन भाषा है अन्य भाषा. ഞാൻ മെന്റൽ ഹോസ്പിറ്റലിൽ 5.5 വർഷം ചാപ്ലൈൻ ആയിരുന്ന സമയം मैंने मेंटल हॉस्पिटल में 5.5 साल एक चैपलाइन का काम किया. ആമേൻ. പ്രേയർ കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ ആളുകളെ വിളിക്കും. प्रार्थना के बाद में मैं जैसे कि ना लोगों को आगे बुलाएगा प्रेयर करने के लिए. എനിക്കൊരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു ദിവസമുണ്ട്. मैं कभी भूल नहीं सकते वैसे एक दिन है. ആമേൻ. ഒരു മന്ത്രവാദിയായ ഒരു മനുഷ്യനെ സെല്ലിൽ അടച്ചിട്ടിരുന്നു. एक जादू टोना करने वाला एक व्यक्ति को एक सेल के अंदर बंद करके रखा था. മറ്റൊരു മതവിശ്വാസിയും ആ ജയിലിനകത്ത് കിടപ്പുണ്ട്. उसी जेल के अंदर दूसरा एक धर्म में विश्वास करने वाला व्यक्ति भी था. അപ്പോൾ ഒരാൾ എന്റെ അടുക്ക വന്നിട്ട് പറയാ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, പക്ഷേ നീ എന്റെ തല വെക്കുന്നത് ഞങ്ങൾക്ക് ഹറാമാ. हालेलुया. उस व्यक्ति ने आके कहा मेरे लिए प्रार्थना करो, लेकिन मेरा माथे पे मेरे सिर पे हाथ रखना नहीं है, वो मेरे लिए बुरे बातें हराम है. എന്നിട്ട് അദ്ദേഹം പറയുക, उन्होंने ऐसे कहा നിങ്ങൾക്കെതിരെ എത്ര മന്ത്രവാദം ചെയ്താലും ഏക്കത്തില്ല. കാരണം
നിങ്ങൾ ഒരു മറുഭാഷയുണ്ടല്ലോ അത് പറയുമ്പോഴത്തേന് ഇത് ബേണായി അങ്ങ് പോകും. हालेलुया उन्होंने कहा देखो तुम तेरा विरुद्ध में कोई भी तंत्र मंत्र नहीं चलेगा क्योंकि तुम लोग जब एक अलग भाषा बोलते हैं ना जब उस भाषा बोलेगा तभी मेरा जो जादू टोना सब जल जाते. മന്ത്രവാദിയായ മനുഷ്യൻ എന്നോട് പറയാ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, പെന്തിക്കോസ് സഭകൾക്കെതിരെ ഇഷ്ടം പോലെ ചെയ്ത, പക്ഷെ നിങ്ങൾക്കൊന്നും ഏക്കത്തില്ല, നിങ്ങളുടെ മണ്ടേ വേറൊരു ശക്തിയും വേറൊരു ഭാഷയൊക്കെ ഉണ്ട്, അതിന് മുമ്പിലൊന്നും പിടിച്ചു നിൽക്കുക. उस व्यक्ति ने मुझसे कहा मैं काफी पेंटिकोस्टल कलीसियों के विरुद्ध में जादू टोना किया है लेकिन हालेलुया कोई भी कलीसिया के ऊपर उसका कुछ असर नहीं हुआ क्योंकि आपके अंदर एक प्रत्येक शक्ति एक सामर्थ्य है. രാത്രിയിൽ നിന്നെ ഞെരുക്കുന്ന ഏത് ശക്തിയെ ജയിക്കുന്ന ഒരു ആത്മശക്തിയാണ് ഇന്ന് രാത്രി നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. आज रात को भी तुझे दबा कर रखने वाला हर शक्ति को तोड़ने वाला एक आत्मा का शक्ति के बारे में आज रात को भी तुम सुन रहे. ചിലരുടെ ജാതകത്തെ തിരുത്തുന്ന രാത്രിയായി कुछ लोगों का कुंडली को बदलने वाला सामर्थ्य. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കട്ടെ. धन्यवाद के साथ प्रभु को स्तुति कर दीजिए. അതിരിനെ വിസ്താരമാക്കുന്ന ഒരു आज രാത്രിയായി रात को तेरा सीमाओं को विस्तृत करने वाला परमेश्वर. ചില ട്രാജഡി എന്ന് തോന്നുന്നത് हालेलुया कुछ ऐसे बुरे हालात है सोचने वाला बातों അത് മഹത്വമാണ്. वो महिमा के लिए बनने वाला है. അപ്പനും അമ്മയും മരിച്ച് അനാഥയായി ഒരു ബാലികയായിരുന്നു എസ്തേർ. एस्तर माता पिता मर के एक अनाथ एक बच्चा बन गया था. അവളെ നാട്ടുകാർ മുഴുവൻ വിളിച്ചത് അനാഥ. सारे दुनिया के लोग उनको एक अनाथ एक बालिका बुलाते थे. അവിടെ ടീനേജ് മുഴുവൻ ആളുകൾ വിളിച്ചത് അനാഥ പെൺകുട്ടി പോന്നു. जैसे उनकी टीनेज में सभी लोग उनको एक अनाथ लड़की बुलाते സങ്കടം थे. കേൾക്കാൻ അമ്മനില്ല, അപ്പനില്ല, ബ്രദേഴ്സ് ഇല്ല, സിസ്റ്റേഴ്സ് ഇല്ല. उनका संकट सुनने के लिए कोई नहीं था. आमीन हालेलुया. Understand. अब समझ लीजिए. Understand you better than anyone else. हालेलुया आपको बाकी सबसे अधिक समझने वाला जानने वाला एक है. He can understand the real agony of your heart. आपका दिल का सही दुख को अच्छे से जानने वाला एक परमेश्वर है. Later she elected as a queen. बाद में उनको प्रभु ने ऐसे बढ़ाया एक रानी I बना. request everyone say thanks to God for all your failures. हालेलुया आपने आपका जीवन का हर तरह का पराजय को उनके बारे में प्रभु को धन्यवाद दे दीजिए. Give better and mighty praise to God for all your destruction. हालेलुया നിങ്ങളുടെ എല്ലാ തകർച്ചകൾക്കും സന്തോഷത്തോടെ ദൈവത്തിന് നന്ദി പറ. आपका हर तरह का हालेलुया बर्बादी के लिए परमेश्वर को धन्यवाद दे दीजिए. നിങ്ങളുടെ എല്ലാ നഷ്ടങ്ങൾക്കും ദൈവത്തിന് നന്ദി പറ. आपका हर तरह का नुकसानों के लिए प्रभु को धन्यवाद എല്ലാ करो. പരാജയങ്ങൾക്കും നന്ദി പറ. हर तरह का हालेलुया पराजयों के लिए എല്ലാ प्रभु को धन्यवाद करो. ആക്ഷേപങ്ങൾക്കും നന്ദി പറ. हर तरह का अपमान के लिए प्रभु को धन्यवाद दो. Because the glorious day is coming. क्योंकि आपका महिमावान दिन शीघ्र आने वाला है. നിങ്ങളുടെ നിന്നെ ഉരുട്ടിക്കളയുന്ന ഒരു ദിവസം വരികയാണ്. आपका अपमान को हटाने वाला दिन शीघ्र आने वाला है. എന്റെ ഉള്ളം വചനം പറയുമ്പോൾ നിറയുകയാ. मेरा अंदर प्रभु का वचन हालेलुया उमड़ रहे. ഇന്ന് രാത്രി ദൈവവചനം കേൾക്കുന്നവരുടെ ഉള്ളിൽ അത് നിറയട്ടെ. आज रात को प्रभु का वचन सुनने वाला का दिल के अंदर भी उस वचन उमड़ने दीजिए. हालेलुया शकनरम दनरगदल ओ जबनरम शिलखमन. വെള്ളത്തിന് മീതെ ദൈവത്തിന്റെ ആത്മ പരിവർത്തിച്ചു. पानी के ऊपर प्रभु का आत्मा मंडरा देता. അഭിഷേകത്തിന്റെ ആവശ്യകതയാണ് ഈ കാലഘട്ടത്തിന്റെ ആവശ്യം. इस जमाने के लिए सबसे अधिक जरूरी है प्रभु का अभिषेक. അടുത്തിടെ ഒരു സഹോദരി എന്റെ എവിടെയോ ഉള്ള ഒരു സർമൺ കേട്ടിട്ട്, ദുബൈയിലുള്ള മെസ്സേജ് കേട്ടിട്ട് എനിക്ക് അവരിട്ടു, ഇങ്ങനെ ഒരു പ്രാർത്ഥനയും ഇങ്ങനെ ഒരു ഉപവാസവും ഇങ്ങനെ ഒരു പ്രസംഗവും ഞങ്ങളുടെ ചർച്ചിൽ നടന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ദൈവത്തോട് നിലവിളിച്ചു. കാരണം ഞങ്ങളുടെ പാസ്റ്റർ പറയുന്നു ഉപവാസം വേണ്ട, അന്യഭാഷ വേണ്ട. ऐसे कोई बहन मेरा एक मीटिंग देखे ऐसे मुझे मैसेज डाला, अगर ऐसे कोई प्रार्थना मेरा चर्च में होते तो अच्छा था, लेकिन मेरा पास्टर कह रहे उपवास का जरूरत नहीं है, आत्मा का भरपूरी का भी जरूरत नहीं है. ഞാൻ ആ ബ്രദറൻ വിശ്വാസമുള്ള പ്രിയപ്പെട്ടവനോട് ഇങ്ങനെ പറഞ്ഞു. उस ब्रदरन विश्वासी उस व्यक्ति से मैंने ऐसे कहा, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ ആത്മാവിൽ മർമ്മങ്ങൾ സംസാരിക്കുന്നു. अन्य भाषा में बात करने वाला आत्मा में भेदों को बता रहे. യെസ്, മിസ്റ്ററി, മർമ്മങ്ങൾ സംസാരിക്കുന്നു. भेदों को बता रहे.
കർത്താവ് പറഞ്ഞു, ദൈവത്തിന്റെ വചനത്തിൽ പൗലോസ് പറഞ്ഞിരിക്കുന്നു, അന്യഭാഷകളാലും അന്യന്മാരുടെ അധരങ്ങളാലും ഞാൻ ഈ ജനത്തോട് സംസാരിക്കും. परमेश्वर के वचन में इसे कहा है, अन्य भाषा का जरिया और दूसरों का हालेलुया भाषा में मैं इस प्रजा से बात करेगा. പൗലോസ് പറയുന്നു, എല്ലാവരെക്കാളും അധികം അന്യഭാഷയിൽ ഞാൻ സംസാരിക്കുന്നതോട് ദൈവത്തെ മഹത്വം. पौलुस ने कहा बाकी लोगों से अधिक मैं अन्य भाषा में बात कर रहे, इसलिए मैं प्रभु को महिमा देना चाहता हूं. അന്യഭാഷയിൽ സംസാരിക്കുന്ന വിലക്കരുതെന്ന് 1 കൊരിന്ത്യയിൽ വായിക്കുന്നു. पहले कोरिन्थियों 14 अध्याय में लिखा है, अन्य भाषा में जब बात करेगा उसको मना करना नहीं है. അവിടെ നിങ്ങൾ കൂടി വരുമ്പോൾ ഓരോരുത്തരും സങ്കീർത്തനമുണ്ട്, ഉപദേശമുണ്ട്, അന്യഭാഷയുണ്ട്, പ്രവചനമുണ്ട് എന്ന് എഴുതിയിട്ടുണ്ട്. उधर लिखा है जब तुम इकट्ठा हो जाएगा हर एक को अन्य भाषा है, भविष्यवाणी है और ऐसे वचनों का काम होते हैं. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, तभी उन्होंने मुझे कहा, पास्टर അമ്മേ 1000 വാക്കുകൾ അന്യഭാഷയിൽ സംസാരിക്കുന്നതിനേക്കാൾ 1000 शब्दों में अन्य भाषा में बोलने से अच्छा है. पहला कोरिन्थी 14वीं अध्याय की 19वीं कलम, 1 कोरिन्थी 14 अध्याയം 19 വാക്യം. हालेलुया. അദ്ദേഹം അതെനിക്ക് എടുത്തു തന്നു. उन्होंने उस वचन मुझे दिखाया. कलीसिया में सबको सिखाने के लिए अपना जो समझता है वही भाषा में तो बोलना चाहिए. സഭയിൽ മറ്റുള്ളവരെ പഠിപ്പിക്കുവാൻ എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയാണ് ഉപയോഗിക്കേണ്ടത്. പക്ഷേ അന്യഭാഷ എന്ന് പറയുന്നത് പഠിപ്പിക്കാനുള്ളതല്ല. लेकिन अन्य भाषा सिखाने के लिए उपयोग करने वाला भाषा नहीं അപ്പൊ है. എന്നോട് ഫിലിപ്പ് സാർ പറഞ്ഞു, പാസ്റ്റർ ഇത് കണ്ടോ, എല്ലാവരെയും പഠിപ്പിക്കേണ്ടതിന് സഭയിൽ ബുദ്ധി കൊണ്ട് 5 വാക്ക് പറഞ്ഞാൽ മതി. उन्होंने मुझे बताया, देखो पास्टर आपने ये देखा नहीं, सभा में सबको सिखाने के लिए बुद्धि से 5 शब्द उपयोग करना है. ഞാൻ ചോദിച്ചു, ഈ വാക്യത്തിന്റെ അർത്ഥം നമുക്കുള്ളതാണോ അത് ദൈവത്തിനുള്ളതാണോ? मैंने पूछा, इस वचन का मतलब अपने लिए या परमेश्वर के लिए? 10,000 വാക്കുകൾ അന്യഭാഷയിൽ സംസാരിക്കുന്നതിനേക്കാൾ 10,000 शब्दों में अन्य भाषा में बात करने से, എല്ലാവരെയും പഠിപ്പിക്കേണ്ടതിന് सबको सिखाने के लिए ബുദ്ധി കൊണ്ട് 5 വാക്ക്. बुद्धि से 5 शब्द. പഠിപ്പിക്കുക എന്ന വാക്ക് ടീച്ചിങ് എന്ന വേർഡാണ്. टीचिंग करके जो शब्द, इसका मतलब ഓ ദൈവത്തിന് മന്ത്രിയായിരുന്നവൻ ആര്? परमेश्वर के लिए कौन मंत्री बन सकते हैं? ആമേൻ, സ്തോത്രം. हालेलुया. ഞാനിപ്പോ നിങ്ങളോട് പറയാ, തുലിലി മിയോ യാ സത്തു വിക്കു ഹിസീസ മവിഷോ വല്ല മനസ്സിലായോ? कुछ समझ में ഇല്ല, आया नहीं. മനസ്സിലായി. ഞാൻ കെനിയൻ ഭാഷയെന്നാ പറഞ്ഞത്. मैंने केनियन भाषा में आपको बात किया. ഞാൻ അന്തരയിൽ നിങ്ങൾ പറയാ, യേശു ക്രിസ്തു మీ గురించి మరించినాడు, నా గురించి మరించినాడు, అందరి గురించి మరించినాడు. हालेलुया. आंध्र भाषा में इसे बताते हैं. അപ്പൊ ഇതെന്താ നമുക്ക് പിടികിട്ടുന്നില്ല. ये बात तो हमें समझ में नहीं आ रहा. അപ്പൊ അതെന്താണ്? ഇത് പിടികിട്ടണമെന്നുണ്ടെങ്കിൽ കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു, നിനക്ക് വേണ്ടി മരിച്ചു, എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്ന് നമ്മൾ പറയുമ്പോഴേ മനസ്സിലാവും. ऐसे ये बात समझ में आना चाहिए, तो उसको हमें समझने वाला भाषा में यीशु अपने लिए मरा, आपके लिए मरा, ये सब कुछ बता के देना पड़ेगा. അഭിഷേകം വരുമ്പോൾ, अभिषेक जब आएगा, അജ്ഞാനിയെ ജ്ഞാനിയാക്കുന്നതാണ് അഭിഷേകം. अज्ञान व्यक्ति को भी ज्ञानी बनाने वाला बात है अभिषेक. അപ്പൊ ഞാൻ പറഞ്ഞു, എല്ലാരും പഠിപ്പിക്കുമ്പോൾ ബൈബിൾ ക്ലാസ്സിൽ അന്യഭാഷ പറയണമെന്നല്ല, ആരാധിക്കുമ്പോൾ ആത്മാവിൽ നിറയണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. सबको जब सिखाते तभी अन्य भाषा में बात मत करो, लेकिन जब आराधना करेगा तभी अन्य भाषा में बात करना है. തന്റെ പ്രിയപ്പെട്ടവളും തന്റെ മകൾ സുജ എന്ന് പറയുന്ന കുട്ടിയും പ്രിയപ്പെട്ടവനും വചനം കേട്ടോണ്ടിരിക്കുക. उसका पत्नी और उसका बेटी सुजा और उनकी पति सब लोग ये वचन सुन के बैठे था. ഞാൻ അവരോട് പറഞ്ഞു, വചനം കേട്ട എല്ലാവരുടെ മേലും അഭിഷേകം പരിശുദ്ധാത്മാവ് വന്നു എന്ന് പറയുകയും ആ ബ്രദറൻകാരൻ പ്രിയപ്പെട്ടവന്റെ മകളുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. जैसे मैंने कहा, देखो वचन सुने सबके ऊपर आत्मा उतराए, जैसे ही मैंने कहा वैसे उस जो बेटी के ऊपर पवित्र आत्मा उतराया. ഫാൻ കറങ്ങുന്ന സ്പീഡിൽ കൈയടിക്കുക വച്ചേ. जैसे पंखा चल रहे वैसे तालियां बजाना शुरू किया. ആത്മാവ് വന്നാൽ ആരെ കൈയടിക്കാൻ പറയണ്ട, അടിച്ചോളും. आत्मा जब आएगा कोई किसी को जबरदस्ती करने का जरूरत नहीं है, तालियां बजाने के लिए वो अपना बजाएगा. അഭിഷേകം വന്നു കഴിഞ്ഞാൽ ആരോട് സ്തുതിക്കാൻ പറയണ്ട, സ്തുതിക്കും. അകത്തുനിന്ന് വരെ സ്തുതി. अभिषेक जब आएगा कोई किसी को जबरदस्ती करने का जरूरी नहीं है, अपने आप स्तुति करना शुरू करेगा. അന്യഭാഷ പറഞ്ഞു തുടങ്ങുന്ന പറയണ്ട, ആത്മാവിൽ നിറഞ്ഞാൽ അത് പുറത്തു വരും. अन्य भाषा में बात करने के लिए बोलने का जरूरी नहीं है, अपने आप बोलना शुरू करेगा. ഇന്നാൾ പൈതൽ അടൂരാണ് താമസം, തുവിയൂര്. उस बेटी अभी अडूर तुवियोर में रहते हैं. ചർച്ച് ഓഫ് ഗോഡിലെ വിശ്വാസിയാ.
चर्च कोट कलीसिया का विश्वास നല്ല ये അനുഗ്രഹിക്കപ്പെട്ട ഒരു പൈതൽ അവൾ ആരാധിച്ച് സെറ്റിലിരുന്ന് ആരാധിച്ചിട്ട് തറയിലിറങ്ങിയിരുന്ന് ആരാധിച്ച് വട്ടത്തിൽ ആരാധിക്കുക. Hallelujah. അപ്പൻ അന്നേരെ ദൈവസനെ സാഷ്ടാംഗം വീണു. हालेलुया. उस बेटी सेती से नीचे उतर कर जमीन में बैठ के फिर हालेलुया ऐसे घूम के आराधना करना शुरू किया. उसी क्षण पिताजी ने समर्पित हो गया. പരിശുദ്ധാത്മാവിനെതിരായുള്ള എല്ലാ വാക്കുകളെയും ശബ്ദങ്ങളെയും ഈ രാത്രി നമ്മൾ ശാസിച്ച് പ്രാർത്ഥിക്കണം. पवित्र आत्मा का विरुद्ध में हो रहे हर शब्दों को हमें रोक के डांट के प्रार्थना करना है. ഇന്ന് രാത്രി ഞാൻ താഴ്മയോട് പറയട്ടെ, आज रात को बहुत नम्रता के साथ में कहना चाहता हूँ, അഭിഷേകം നിന്റെ മേൽ ഉണ്ടെങ്കിൽ, अगर पवित्र आत्मा की भरपूरी आपके ऊपर है, നിന്നെ ഏത് ലെവലിൽ വരെ എത്തുമെന്ന് പ്രവചിക്കാൻ ആർക്കും പറ്റില്ല. आपको कौन सा श्रेणी तक पहुंचाने वाला है कोई भी भविष्यवाणी भी नहीं दे पाएगा. ഒരിക്കൽ യോസഫിന് 17 വയസ്സിൽ ഒരു സ്വപ്നമുണ്ടായി. एक बार जोस यूसुफ को 17 साल उम्र था तब एक दर्शन मिला. സഹോദരന്മാരെല്ലാം അവന്റെ ദാസന്മാരാകുന്നു. भाइयों सब उनको उनका दास बनेगा. അടുത്ത ദിവസം കണ്ടു അപ്പനും അമ്മയും കൂടെ കീഴേ വരുന്നു. अगले दिन देखा माता पिता भी उनको हालेलुया साष्टांग कर रहे. അപ്പനും ഇഷ്ടപ്പെട്ടില്ല. पिताजी को भी ये अच्छा नहीं लगा. ദർശനം നല്ലതാണെങ്കിലും അപ്പൻ അന്നേരം അവനെ ശാസിച്ചു. दर्शन अच्छा था लेकिन पापा ने उसको डांट के बात किया. സഹോദരന്മാർക്ക് അവനോട് അസൂയ തോന്നി. भाइयों को उनके ऊपर जलन आ गया. അന്ന് തുടങ്ങി വെല്ലുവിളി. उस दिन से चुनौतियों उनका जीवन में शुरू हो गया. സ്വന്തം രക്തത്തിലുള്ളവരാണെങ്കിലും उनका खून से जो लोग है, ദൈവം നിന്നെ ഉപയോഗിക്കുന്ന കാണുമ്പോൾ അസൂയുണ്ട്. हालेलुया, आपका खून से जो लोग भी आपको जब प्रभु उपयोग करेगा आपके ऊपर जलन आने वाला है. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, लेकिन आत्मा में एक बात मैं कहना चाहता ദൈവം हूं, നിന്നെ ഉപയോഗിക്കുന്നത് കണ്ട് ആളുകൾ പല്ല് കടിച്ചാലും നീ മറയപ്പെട്ടിരിക്കും. हालेलुया, लोग आपको जब प्रभु उपयोग करेगा दांत पीसने दीजिए लेकिन प्रभु ने आपको उपयोग करेगा. ദർശനം നല്ലതാണ്. दर्शन अच्छा है. ഒത്തിരി ആളുകൾ പറയാറുണ്ട്, काफी लोग ऐसे कहते हैं, ദൈവം എന്നോട് സംസാരിച്ചു, प्रभु ने मुझसे बात किया, ദൈവം ദർശനങ്ങൾ കാണിക്കുന്നു. प्रभु ने दर्शनों दिखा रहे. എന്താ ഗുണം? क्या फायदा होते? ദർശനം പ്രയോജനമുള്ളതായി മാറണമെങ്കിൽ दर्शन अगर हालेलुया फलवंत होना चाहिए तो അത് സാക്ഷാത്കരിക്കപ്പെടാൻ പ്രൈസ് കൊടുക്കേണ്ടി വരും. उसका हाल वो पूरा होने के लिए आपको बहुत कीमत देना पड़ेगा. ഹലോ, हालेलुया, थैंक यू जीसस. ഒരുവൻ തീയിലൂടെ പോകുന്നത് തീയായി വെളിവരാനാ. एक अगर अग्नि से गुजरा तो वो अग्नि बन के बाहर आने वाला है. हालेलुया. അവൻ കൊണ്ടുവരുന്ന ആഹാരം തലയിലിരിക്കുമ്പോൾ ദൂരെ നിന്ന് സഹോദരന്മാർ പറയുന്നു, സ്വപ്നക്കാരൻ വരുന്നു, വരട്ടെ. ഒറ്റയ്ക്ക് കിട്ടാൻ കശാപ്പ് ചെയ്യാൻ കാത്തിരുന്നത് ആ രക്തബന്ധത്തിലുള്ളവർ. उनका खुद का लोग जब उन्होंने दूर से आया उनका सिर पे उनके लिए खाना भी था लेकिन दूर से देखे खा देखो सपना देखने वाला आ रहे अकेला जब मिलते तभी खत्म करने का प्लानिंग योजना बना के रखा था वो लोग. Carefully listen tonight. बहुत ध्यान से आज रात को सुन लीजिए. വിഷൻ നിനക്കുണ്ടെങ്കിൽ, हालेलुया, अगर आपके पास एक दर्शन है तो സുവിശേഷ വിരോധികളിൽ നല്ല പ്രശ്നം ആദ്യം വരുന്നത്. हालेलुया, विरोध करने वाला लोगों से आपको समस्या शुरू होगा नहीं, മേ ബി ഫ്രം യുവർ ഓൺ ഹോം. लेकिन खुद के लोगों से जब आपका विरोधियों उठ के आने वाला है, From among your own brothers and sisters. आपका भाइयों बहनों के बीच में से विरोध करने वाला लोग आने का. But don't fight with them. लेकिन उनके साथ में झगड़ा के लिए मत जाओ, Be quiet. चुप रहो. This war is not belongs to us. This war is belong to God. ये युद्ध आपका नहीं है, युद्ध परमेश्वर का है. आमीन. Because this war arised, reason of the divine vision. ये झगड़ा ये युद्ध इसलिए हो रहे आपने प्राप्त किया दर्शन का कारण से. Hello. आमीन. സ്തോത്രം. आमीन. അവനെ തുണി പോലും ഇല്ലാതെ നഗ്നനായി അവനെ കുഴിയിലിട്ടു. उसका कपड़ा उतार के हालेलुया नंगा बना के उनको उस कुंड से बाहर निकाल दिया. If you are ashamed for the sake of vision, अगर आप दर्शन का कारण से शर्मिंदा हुआ तो മേളിൽ നിന്ന് കണ്ടോണ്ടിരിക്കുക. ऊपर से प्रभु आपको देख रहे. കൊല്ലാൻ ആഗ്രഹിച്ചപ്പോൾ जैसे आपके बारा में मार डालने का पद्धति बनाया तभी ചിലർ പറഞ്ഞു കൊല്ലരുത്. कुछ लोग हाँ उनको मार डालना नहीं.
അതുവഴി വരിക ഇസ്മായിലിയ കച്ചവടക്കാർ. उधर से इस्माइली लोग जो हालेलुया आ रहे. ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, നമ്മുടെ ഫെയിലിയറും ചിലപ്പോൾ ഗ്ലോറിയാക്കി മാറ്റാൻ ദൈവത്തിന് പറ്റും. कभी कभी अपना हार को भी अपना महिमा परमेश्वर बनाने वाला है. नहीं, हमारा गिरावट को भी, നമ്മുടെ വീഴ്ചകളും ദൈവത്തിന് ചിലപ്പോൾ മഹത്വമാക്കി മാറ്റാൻ. अपना गिरावट को भी प्रभु कभी अपना महिमा बनाने वाला है. ദൈവത്തിന്റെ പ്ലാൻ ഇല്ലാതെ ആണ് അബ്രഹാം ഹാഗറിന്റെ അരികിൽ ചെന്ന് ഇസ്മായിൽ ജനിച്ചത്. परमेश्वर का पद्धति नहीं ही था. अब्राहम हागर के पास गया और इस्माइल का जन्म हो गया. ആ ഇസ്മായിലി വംശത്തിൽപ്പെട്ടവരാണ് ഇവനെ വിലക്ക് മേടിച്ചത്. उसी इस्माइलियों का वंश में से कोई यूसुफ को खरीद के लेके गया. हालेलुया. Sometime God will use even your mistake. कभी कभी परमेश्वर ने आपका गलती को भी उनका महिमा के लिए उपयोग करेगा. इसका मतलब ये गलती करते रहना नहीं. इसका അതിന്റെ അർത്ഥം തെറ്റ് ചെയ്തുകൊണ്ട് ജീവിക്കണം എന്നല്ല. നമ്മുടെ വീഴ്ചകളും ചില സമയത്ത് അവൻ സ്നേഹിക്കുന്നത് കൊണ്ട് മറച്ച് മഹത്വമാക്കി മാറ്റാം. अपना गिरावट को भी कभी उन्होंने हमें प्यार करते इसलिए उसको ढाक के उनका महिमा के लिए उपयोग करेगा. പലരവനെ വിറ്റു. काफी लोग उनको बेच डाला. പൊത്തിഫേറിന്റെ വീട്ടിലെ ഇൻചാർജ് ആയവൻ മാറി. पुतीफर के घर में उन्होंने एक हालेलुया ऊंचे पद में आ गया. പക്ഷേ അവന്റെ വിശുദ്ധ ജീവിതം തകർക്കാൻ പിശാച ഭവനത്തിലെ സഹോദരിയെ കണ്ടു. उस घर के अंदर उसका पवित्रता को तोड़ने के लिए उस घर का स्त्री को शैतान चुना. രഹസ്യ പാപത്തിന് അവൾ തയ്യാറാകുകയാണ്. उन्होंने रहस्य में पाप करने के लिए उस स्त्री तैयार हो गया. പക്ഷെ അവൻ പറഞ്ഞത്, लेकिन उन्होंने कहा നീ എന്റെ ഭാര്യയല്ല, तुम मेरा पत्नी नहीं, അവൻ നീ അവന്റെ ഭാര്യയാണ്. तुम उनका पत्नी है. അവളോട് കുശലം പറയാനോ उनके साथ में बात करने के लिए, അടുത്തിരിക്കാനോ साथ में बैठने के लिए അവൻ തീരുമാനിച്ചില്ല. उन्होंने तैयार ना हुआ. അവരുടെ ലക്ഷ്യം उनका लक्ष्य, ദൈവത്തിന്റെ ദർശനത്തിൽ എത്തുന്നതിന് മുമ്പ് ഇവനെ തകർക്കണം. उनकी लक्ष्य परमेश्वर का दर्शन में पहुंचने से पहले इनको नष्ट करने के लिए था. Before the fulfillment of the vision, they will decide to destroy through that woman. हालेलुया. दर्शन पूरा होने से पहले उस स्त्री का जरिया नष्ट करने का पद्धति शैतान बनाया. We know well that story. हम उस कहानी को जानते ആ हैं. മുറിയിൽ വരുന്നതിന് മുമ്പ് അവനെ പിടിക്കാൻ ചെല്ലുമ്പോൾ അവന്റെ വസ്ത്രം വിട്ടിട്ട് അവൻ ഓടി. उन्होंने उस जो कमरे में आए, जैसे आया उनको पकड़ने के लिए उस स्त्री कोशिश किया, उन्होंने उनका कपड़ा छोड़ के भागा उधर. അവളുടെ കയ്യിൽ പ്രോപ്പർ ആയിട്ടുള്ള എവിഡൻസ് ഉണ്ട്. उनकी हाथ में देखो सबूत है. അവനെ ജയിലിൽ അടച്ചു. उनको जेल में रखा. പക്ഷെ വചനം പറയുന്നു, लेकिन वचन कहते हैं ദൈവം അവന്റെ കൂടെ. परमेश्वर उनका साथ में था. ओ हालेलुया. പരിഹാസത്തിന്റെയും അപമാനത്തിന്റെയും മെസ്സേജുകളും ശബ്ദങ്ങളും ചെയ്യാത്ത തെറ്റിന് आमेन. നിന്റെ മേൽ ചുമത്തി നിന്നെ നശിപ്പിക്കാൻ ശത്രു ഒരുങ്ങുമ്പോൾ നീ സ്തോത്രം ചെയ്തോണം. അത് നിന്നെ പുതിയ കൃപ കൊണ്ടും വരം കൊണ്ടും നിറയ്ക്കാനുള്ള ആ പെയിൻ ഒരു പ്രസനാക്കി ദൈവം മാറ്റുകയാണ്. आपका अपमान के लिए जब शत्रु पद्धति बनाएगा, आपको धन्यवाद देते रहना है. उस जो कारागृह आपके लिए प्रभु का महिमावान काम प्रकट होने वाला जगह बनने वाला है. അവൻ പരസ്യമായി അപമാനിക്കപ്പെട്ടവനായി അകത്ത് കിടക്കുമ്പോൾ അവൻ ദർശനം സ്വപ്നങ്ങളും വ്യാഖ്യാനിക്കുന്ന വരം പ്രാപിപ്പാനിടയായി. उन्होंने उस जेल को हेलो! छोड़ा था, तभी उन्होंने हालेलुया दर्शन उसका व्याख्यान करने का वरदान प्राप्त करने वाला व्यक्ति बना. നീ സമൂഹത്തിൽ പരസ്യകോലമായിട്ടുണ്ടെങ്കിൽ ഓർത്തോണം, നിന്റെ മേൽ ചില പുതിയ കൃപ വന്ന് നിറയാൻ സമയമായി. आप खुल्लम तमाशा बन गया तो याद रख दीजिए, एक समय आएगा प्रभु ने आपको सम्मान देने का. ഹലോ, हालेलुया. എത്ര പേര് ആ വചനം ഏറ്റെടുക്കുന്ന സ്തോത്രം ചെയ്യാമോ? कितना लोग उस वचन स्वीकार करेगा. थैंक यू जी. അവന് 30 വയസ്സായപ്പോൾ उनको जब 30 साल उम्र हुआ, 14 വർഷത്തെ വേൾഡ് എക്കണോമി എങ്ങനെയായിരിക്കും എന്ന് ഫറവോൻ രാജാവിന് 2 സ്വപ്നത്തിലൂടെ വെളിപ്പെടുത്തി. 14 साल का दुनिया का हालेलुया इकोनॉमिक क्या होने वाला है, 2 स्वप्न का जरिया प्रकट करके दिया. വേദപുസ്തകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ എന്ന് പറയുന്നത് ദൈവാത്മാവുള്ള യോസേഫാണ്. परमेश्वर का वचन का सबसे बड़ा इकोनॉमिस्ट जिसको परमेश्वर का आत्मा है उस यूसुफ है. हालेलुया. ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട്
ജയിലിൽ കേസ് ഫയൽ ചെയ്ത് കിടക്കുകയാണ്. जैसे नहीं किया उस जो हालेलुया काम का बारे में दोष लगा के उनको शायद जेल में डाला होगा. രാജാവ് കണ്ട സ്വപ്നം വ്യാഖ്യാനിപ്പാൻ മന്ത്രവാദികൾക്കോ ശകുനവാദികൾക്കോ ആഭിചാരകന്മാർക്കോ പ്രശ്നക്കാർക്കോ കഴിഞ്ഞില്ല. राजा ने जो देखा स्वप्न का अर्थ बताने के लिए कोई भी जादू टोना करने वाला लोगों को ना तो उस जो राजा का महल में था उन लोगों को कर नहीं पाया. ഹലോ, हालेलुया. അവരുടെ മേലെല്ലാം സ്പിരിറ്റ് ഉണ്ട്, उनके सबके अंदर आत्मा है, പക്ഷെ ദൈവത്തിന്റെ പ്ലാൻ അവർക്ക് മനസ്സിലാകും. लेकिन परमेश्वर का पद्धति उनको समझ में नहीं Very आया. carefully understand there is two spirit. आपको ये बात जानना है, दो तरह का आत्मा रहते हैं. രണ്ടാത്മാവ് ഈ ലോകത്തിലുണ്ട്. दो तरह का आत्मा इस दुनिया में है. ഒന്ന് ദൈവത്തിന്റെ एक പരിശുദ്ധാത്മാവ്, पवित्र आत्मा, അത് സ്വർഗീയ പദ്ധതികളെ മൊത്തം തന്റെ ഭക്തന്മാരെ അറിയിക്കുകയും ഭൂമിയിൽ നടക്കുന്ന പൈശാചിക മണ്ഡലങ്ങളുടെ അതിന്റെ പ്രവർത്തനങ്ങളും അതിന്റെ രീതികളും അതിന്റെ തകർച്ചയും അതിന്റെ എല്ലാ മേഖലയും ആത്മാവിന്റെ കണ്ണാടിയിലൂടെ അവർക്ക് കാണാൻ പറ്റും. ओ पवित्र आत्मा के जरिए धरती में होने वाला सभी बातों को प्रकट करने वाला हालेलुया आत्मा है. आमीन. ഇസ്രായേൽ രാജാവ് അരമനയിലിരുന്ന് രഹസ്യമായി ഡിസ്കഷൻ ചെയ്യുന്നത് കർമ്മയിലിരിക്കുന്ന എലീശായ്ക്ക് മനസ്സിലായി. इस्राएल का राजा उनका महल के अंदर बैठ के जो बताने वाला बात कर्मेल में बैठने वाला एलीशा को प्रकट होके मिला. हालेलुया. സ്തോത്രം. स्तोत्रम. हालेलुया. അവർ യോസഫിനെ വിളിക്കുക, ആർക്കും അറിയത്തില്ല. उन्होंने जोसेफ को बुला रहे, किसी को ये बात जानता नहीं है. പാനപാത്രകാരൻ പറയുക, എന്റെ കുറ്റം എനിക്ക് മനസ്സിലായി, ജയിലിൽ കിടന്നപ്പോൾ വ്യാഖ്യാനിച്ച പോലെ നടന്നു. ഒരു യോസഫ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അവിടെ കിടന്നു, അവനെ ഞാൻ വിളിക്കുക. जैसे उसको जो कब्र ने कहा कारागृह में एक जो यूसुफ है उसको बुला लो. അവനെ വിളിച്ചിട്ട് പറഞ്ഞു, उसको बुला के कहा, നീ സ്വപ്നം വ്യാഖ്യാനിക്കുമെന്ന് കേട്ടിട്ടുണ്ട്, तूने स्वप्न का व्याख्यान दे रहे करके हम അത് सुना. സത്യമാണോ? क्या ये बात सही है? രാജാവേ, സ്വപ്നം പറഞ്ഞാട്ട് ദൈവം തന്നെ ഒരു വ്യാഖ്യാനം തരും. राजा स्वप्न बताओ, परमेश्वर ही उसका अर्थ बताएगा. വേദനയിലൂടെ പോയവനാണ് ദൈവം മാന്യതയുടെ അവസരം തരുന്നത്. हाल दर्द से जो गुजरा उसको प्रभु ने सम्मान देने वाला है. ദർശന നിമിത്തം നീ എത്രമാത്രം താഴ്ചപ്പെട്ടു പോകും, അത്രമാത്രം മാനിക്കുന്ന ഒരു ദിവസം വരും. दर्शन के लिए जितना तुम गिर गया उतना आदि के प्रभु आपको हाल सम्मान देने वाला एक दिन है. സ്വപ്നം 6 വർഷം വളരെ സമൃദ്ധിയുടെ വർഷം, हालेलुया. कुछ सालों बहुत समृद्धि का सालों, അടുത്ത പിന്നീടുള്ള 7 വർഷം ഭയങ്കര ക്ഷാമത്തിന്റെ വർഷം. अगले 7 साल बहुत अकाल का सालों. എന്നാ ചെയ്യണ്ടേ? क्या कर सकते हैं? അതിന് രാജാവേ, इसलिए राजा വിവേകവും ജ്ഞാനവുമുള്ള ഒരാളെ അങ്ങ് കണ്ടെത്തി അതിന് ചുമതലപ്പെടുത്തണം. वैसे एक विवेकी एक ज्ञानी व्यक्ति को आप चुन लीजिए. ആട്ടിടനായിരുന്ന യോസഫിന് വിദ്യാഭ്യാസവും വിവരവും സ്കൂളിന്റെ പടിയൊന്നും കണ്ടിട്ടില്ല. പക്ഷെ രാജാവ് പറയാണ്, ദൈവാത്മാവുള്ള നിന്നെ പോലെയുള്ള ഒരുത്തനെ എവിടെ കണ്ടുകിട്ടും, അതുകൊണ്ട് എന്റെ തൊട്ട് താഴെ ഞാൻ നിന്നെ ആക്കുകയാണ്. രാജാവ് ഡിക്ലെയർ ചെയ്യുകയാണ്, kneel down everyone. हालेलुया. चरवाहा जोसेफ के पास बड़ा पढ़ाई कुछ नहीं है, लेकिन राजा ने कहा जिसके पास प्रभु का आत्मा है उनका जैसे व्यक्ति को कहाँ मिलेगा. इसलिए राजा का नीचे उसका हालेलुया पद दे के उनको बिठाया. മന്ത്രിമാർക്ക് മറുപടിയില്ല, ആഭിചാരകന്മാർക്ക് മറുപടിയില്ല. സകല മന്ത്രവാദികളും ആഭിചാരകന്മാരും മന്ത്രിമാരും മുഴുവൻ ഈ 30 വയസ്സുള്ള ചെറുപ്പക്കാരന്റെ മുമ്പിൽ മുട്ടുകുത്തി. हाल मंत्री लोगों के पास कोई उत्तर नहीं है, कोई जादू टोने वाले के पास उत्तर नहीं है, लेकिन सब लोग इस जो नौजवान के आगे घुटना टेका. അവന്റെ തലമേലുള്ള അഭിഷേകം അവനെ മന്ത്രിപദത്തിലേക്ക് उसका കൊണ്ടുപോയി. सिर में जो अभिषेक है उनको मंत्री पद में लाया. ഒരിക്കൽ ബേൽസസർ സ്വപ്നം കണ്ടു. एक दिन बेलशस्सर ने सपना देखा. അവൻ അന്തം വിട്ടിരിക്കുക. उन्होंने एकदम चकित होकर बैठा है. അവൻ നോക്കുമ്പോൾ उन्होंने देखा ഇതാ ഒരു കൈപ്പത്തി വന്നിട്ട് ഭിത്തിമേൽ എഴുതുകയാണ്. हाथ आके दीवार में लिख रहे. കണ്ണാലെ അവൻ കാണുകയാണ്. उन्होंने आंखों से देखा. കാരണം ദൈവാലയത്തിൽ നിന്ന് കൊണ്ടുവന്ന പാത്രങ്ങളിൽ അവൻ മദ്യപിക്കുവാനും ഉല്ലസിക്കാനും തുടങ്ങി. हालेलुया. परमेश्वर का भवन से लेके आए बर्तनों में वो पीना शुरू ഓ, किया. ദൈവത്തിന്റെ ആലയത്തിലെ പാത്രങ്ങളായ നമ്മെ ഒരു ഗവൺമെന്റ് തൊട്ടാൽ, ഒരു ദേശം തൊട്ടാൽ ദൈവം പ്രതികരിക്കും. अपना परमेश्वर का भवन मंदिर बनाया हमें, अगर कोई छुएगा तो परमेश्वर उसका बदला करने वाला हमें है. विश्वास करने वाला हाथ उठा के जोर से बोलो जी हालेलुया. हालेलुया. विश्वासी की तरफ खड़े होकर തിരിച്ചറിയണം, हालेलुया. हमें ये बात पहचानना है, जानना है. അഭിഷേകമുള്ളവൻ ഇപ്പം
മന്ത്രിയായി. अभिषेक जिन्होंने पाया वो मंत्री बन गया. പ്രവാസിയായ ദാനിയേലിനെ പിടിച്ചോണ്ട് വന്നു. हालेलुया प्रवासी बन के दानियल को पकड़ के ले गया. 10 ദിവസത്തെ പരീക്ഷയിൽ പിടിച്ചു നിന്നപ്പോൾ 10 ഇരട്ടി വിശിഷ്ടനായി പ്രൊമോട്ട് ചെയ്യപ്പെട്ടു. 10 दिन का परीक्षा से गुजरा, 10 गुना ज्ञान पाके वो बाहर आया. ദാരിയാവേശ് മരിച്ചു. दारियावेश मरा. ദാരിയാവേശിന്റെ കാലത്ത് അവൻ പ്രധാനമന്ത്രിയായിരുന്നു. दारियावेश के समय में वो प्रधानमंत्री बन गया. ബേൽസസ് മരിച്ചു. बेलशस्सर मर गया. അവന്റെ കാലഘട്ടത്തിൽ അവൻ പ്രധാനമന്ത്രിയായിരുന്നു. उसका समय में वो प्रधानमंत्री बन गया. ആമേൻ. നെബൂഖദ്നേസർ മരിച്ചുപോയി. नेबूकदनेस्सर मरा. നെബൂഖദ്നേസറിന്റെ കാലഘട്ടത്തിൽ അവൻ പ്രധാനമന്ത്രിയായിരുന്നു. नेबूकदनेस्सर के समय में भी वो प्रधानमंत्री बन കോരസ് गया. മരിച്ചു. कुर्स मर गया. കോരസിന്റെ കാലത്തിലും അവൻ कुर्स का समय പ്രധാനമന്ത്രിയായിരുന്നു. में भी वो प्रधानमंत्री बन गया. ആമേൻ. ബേൽസസറിനോട് ഭാര്യ പറഞ്ഞത്, ദേവന്മാരുടെ ആത്മാവുള്ള ദാനിയേൽ എന്ന് പറയുന്ന ഒരുത്തനുണ്ട്, അവനെ ഇനി വിളിച്ചോ. बेलशस्सर को उनका पत्नी ने कहा, देवताओं का आत्मा जिनमें है वैसे एक व्यक्ति है इधर, उसको बुलाओ. നിന്റെ മേലുള്ള അഭിഷേകം നിന്നേക്ക് ഒരു ഇൻവിറ്റേഷനാണ്. आपके ऊपर जो अभिषेक है आपके लिए एक हलल इनविटेशन है. പ്ലീസ് സ്റ്റാൻഡ്. हालेलुया. ഞാൻ 3 മിനിറ്റിന് നിർത്താൻ പോകുന്നു. मैं 3 मिनट के अंदर बंद करने वाला है. ഇന്ന് രാത്രിയിൽ आज रात का समय है. നിങ്ങളുടെ ഭവനത്തിൽ ചെന്ന് आपका घर में जाके നിങ്ങൾ കുറച്ച് സമയം മുഴങ്കാലിരുന്ന് കരയണം. थोड़ा समय आपको घुटने में होकर प्रार्थना करना है. ലോർഡ്, ഐ നീഡ് എ പ്യുവർ അനോയിന്റിംഗ്. प्रभु मुझे एक स्पष्ट रूप में अभिषेक का जरूरत है. എത്ര പേര് സ്തോത്രം ചെയ്യും? कितने लोग धन्यवाद कहेगा. ദൈവം വ്യക്തമായി എന്നോട് സംസാരിച്ചു എന്ന് വിശ്വസിക്കുന്നവർ മാത്രം കരങ്ങളെ ഒന്ന് ഉയർത്തി. परमेश्वर स्पष्ट रूप से बात किया करके विश्वास करने वाले हाथ को बढ़ाइए. താങ്ക് യു ജീസസ്. हालेलुया. शखमनरम शिल्खमनरगदलगडगशारदलके. അഭിഷേകജാലയ്ക്കുള്ളിൽ മറയ്ക്കണേ എൻ പ്രിയനെ, നിന്നാവായി മാറിടുവാ, നിൻ ശബ്ദമായിടുവാ, നിന്നാവായി മാറിടുവാ, നിൻ ശബ്ദമായിടുവാ. രാത്രിയിലെ आज रात का समय है. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നമ്മളെ ഏൽപ്പിച്ചു കൊടുത്താണ്. നമ്മുടെ अपना दिल के अंदर से अपने आप प्रभु को उपस्थिति में समर्पण कर दीजिए. നിങ്ങളിലുള്ള ഇരുളും പാഴും ശൂന്യതയും आपके अंदर जो अंधकार है, शून्यता है, പുറത്തെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ സത്യമാണ്. बाहर का आंखों से देखेगा तो वो പക്ഷേ അകത്തെ सही है. അഭിഷേകത്തിന്റെ കണ്ണുകൊണ്ട് നോക്കിയാൽ लेकिन अंदर का अभिषेक का आंखों से जब देखेगा രാത്രി നിങ്ങൾക്ക് വെളിപ്പാടിൽ ഒരു കാര്യം കാണാൻ പറ്റും. आपको हालेलुया ऐसे एक बात प्रकट होकर मिलेगा. പരിശുദ്ധാത്മാവ് പരിവർത്തിക്കുന്നു. पवित्र आत्मा उसके ऊपर मंडरा रहे. പിന്നെ താഴോട്ട് കാണുന്ന 10 കൽപ്പനാ ശബ്ദമാണ്. फिर उसके बाद में 10 आज्ञाओं को हम देख रहे हैं. ദൈവം പറയുന്നു, परमेश्वर ने ऐसे कहा, വെളിച്ചം ഉണ്ടാകട്ടെ. हालेलुया उजाला बनने दीजिए. വെളിച്ചം ഉണ്ടായി. जैसे उजाला बन गया. പിതാനം ഉണ്ടാകട്ടെ. हालेलुया आकाश बनने दीजिए. പിതാനം ഉണ്ടായി. उधर आकाश बन गया. അമ്മയും കീഴിലുള്ള വെള്ളം ഒരു സ്ഥലത്ത് കൂടട്ടെ. नीचे जो पानी एक साइड में इकट्ठा होने दीजिए. ഒരു സ്ഥലത്ത് കൂടി. एक जगह में इकट्ठा हो गया. അതത് തരം വിത്തുള്ള സസ്യങ്ങൾ മുളച്ചു വരട്ടെ. हर प्रकार का हालेलुया पौधों हालेल उगने दीजिए. മുളച്ചു വന്നു. वो उग गया. കൂട്ടമായി ജനിക്കട്ടെ. हालेलुया साथ में पैदा होने दीजिए. ജനിച്ചു. हल पैदा हो गया. പരക്കട്ടെ എന്ന് ദൈവം പറഞ്ഞു. हालेलुया हालेलुया. പരന്നു. വെളിവാകട്ടെ എന്ന് പറഞ്ഞു. प्रकट होने के लिए कहा, वो प्रकट हो गया. ദൈവം പറഞ്ഞതെല്ലാം സംഭവിച്ചു. परमेश्वर ने जो भी बातों कहा सब कुछ पूरा हो गया. കർത്താവ് ഈ വചനങ്ങൾ ആണെങ്കിലേ അനുഗ്രഹിക്കട്ടെ. प्रभु इस वचनों के जरिए आपको आशीषित करने दीजिए.